ദൈവമക്കളെ, ഈ രാത്രിയിലെ പ്രാർത്ഥനയുടെ ചിന്തയ്ക്കായി നമുക്ക് പരിചിതമായി നാം പലപ്പോഴും ഉരുവിടുന്ന ഒരു വചനമാണ് നാം ഒന്നിച്ച് ചിന്തിക്കുന്നത്. അത് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യമാണ്. സ്ഥിരമായി നമ്മൾ പറയുന്ന ഒരു വിഷയമാണ്. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ആരെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിൽ ഓഫ് ചെയ്തേക്കണം പ്ലീസ്, അത് മ്യൂട്ട് ചെയ്തേക്കണം. ശബ്ദം വീണ്ടും വരാൻ പാടില്ല പ്ലീസ്. മൊബൈൽ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം ഓർമ്മിക്കുന്നു. താങ്ക് യു. ആദ്യം മൊബൈൽ ഓൺ ആണ്, മ്യൂട്ട് ചെയ്യണം. മൊബൈല് മ്യൂട്ട് ചെയ്യാത്തവരെ മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ എന്റെ ശബ്ദം വരുന്നത് ലാഗിങ് ഉണ്ടാകും, അതുകൊണ്ട് അൺമ്യൂട്ട് ചെയ്യണം. ഈ വചനം നമുക്കറിയാം. സ്തോത്രം. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയെ കുറിച്ച് നമ്മൾ നിരവധി മെസ്സേജുകൾ കേട്ടിട്ടുള്ളവരാണ്. എല്ലാവർക്കും വേണമെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ശക്തമായ മെസ്സേജുകൾ എന്നെക്കാൾ നന്നായി എടുക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ളവരാണ് ഈ സന്ദേശം കേൾക്കുന്ന എനിക്കറിയാം. എങ്കിലും ദൈവവചനത്തിന്റെ പുതുമയും ശക്തിയും രാത്രി വെളിപ്പെടുവാൻ, കർത്താവിന്റെ ആത്മാവിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുവാൻ വേണ്ടിയാണ് നാം ഒന്നിച്ച് ദൈവത്തിലായിരിക്കുന്നത്. എന്റെ ശക്തി ബലഹീനത, കർത്താവ് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി. ആരായിരുന്നു പൗലോസ് അഥവാ ശൗൽ എന്ന് ചോദിച്ചാൽ അവൻ ശക്തിയുള്ളവനായിരുന്നു, അവന് കഴിവുള്ളവനായിരുന്നു. എല്ലാ നിലവാരങ്ങളിലും ഒരു മനുഷ്യന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ പ്രൗഢിയും ജ്ഞാനവും കഴിവും പൗരത്വമുള്ളവനായിരുന്നു ശൗൽ. അതുകൊണ്ട് അവന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അഭിമാനവും ഉണ്ടായിരുന്നു. എല്ലാം എനിക്കുണ്ട്, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്, റോമൻ പൗരത്വമുള്ളവനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഗമാലിയന്റെ കൈ കീഴിൽ വചനം പഠിച്ച് അവൻ വചനം പഠിപ്പിച്ചതാണ്. ശുഷ്കാന്തിയോട് കൂടി നിൽക്കുന്ന നിരവധി കാര്യങ്ങൾ. അന്ന് ആ പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ ശൗലിനെ വെച്ച് നോക്കിയാൽ താൻ വളരെ ശക്തിമാനാണ്, ബലമുള്ളവനാണ്, കഴിവുള്ളവൻ. അന്നത്തെ യഹൂദ ചിന്തഗതിയിൽ വെച്ച് നോക്കുമ്പോൾ, യഹൂദ പാരമ്പര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ, അന്നത്തെ സമൂഹത്തിൽ വെച്ച് നോക്കുമ്പോൾ ശൗല് വളരെയധികം കഴിവുള്ളവനായിരുന്നു. എന്നാൽ ദൈവം ഒരുവനെ ഉപയോഗിക്കണമെങ്കിൽ അവന്റെ കഴിവിനെ ഇല്ലാതാക്കും. അവനെ ഏറ്റവും ഒന്നുമില്ലാതാക്കി കുറഞ്ഞവനാക്കിയിട്ട് ദൈവം അവനെ ബലപ്പെടുത്തിയുള്ളതുകൊണ്ടാണ് ശൗല് പിന്നീട് പൗലോസായി ഏറ്റവും കുറഞ്ഞവനാണെന്ന് പേരെടുക്കുവാനേ തീർന്നത്. ഇത് ശൗലിന്റെ മാത്രം ജീവിതമല്ല, പൗലോസിന്റെ മാത്രം ജീവിതമല്ല. മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അതിനെ കാണാൻ സാധിക്കും. ദൈവം ആരെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ അവരൊക്കെ ഒന്നുമില്ലാത്തവരായി ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് താഴ്ന്നു കഴിയുമ്പോഴാണ് ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. സ്വന്തം പരിശ്രമത്തിൽ പലതും ചെയ്ത് നോക്കിയിട്ട് അതെല്ലാം ഫലവത്തായി തീരാതെ നീ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു നിലവാരത്തിലേക്ക് മാറ്റിയിട്ടാണ് ദൈവം ഉടച്ചു വാർത്തിട്ടാണ് ദൈവം ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിന് നിരവധി വിഷയങ്ങൾ എടുത്ത് സംസാരിക്കാനുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഈ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരും എന്നുള്ളത് ശൗലിനറിയാം. അവൻ പൗലോസായി മാറിയപ്പോൾ അവന് മനസ്സിലായി അവൻ ശക്തിമാനായിരുന്നു. പക്ഷെ എന്നാൽ ദൈവനോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവനൊന്നുമില്ലാത്തവനായി തീർന്നു. അവൻ വെറും ശൂന്യമായി ഒന്നും അവന് പ്രശസ്തിപ്പാണൊന്നുമില്ലാതാക്കി മാറ്റി. എല്ലാം അവൻ നോക്കിയപ്പോൾ ചവറന്നെണ്ണി. സ്തോത്രം. രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവം ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവം വരണം. ഞാൻ ഒന്നുമില്ലാത്തവനായി തീർന്നിരിക്കുന്നു, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള നിലവാരത്തിലേക്ക് വരണം. നമ്മുടെ കഴിവ്, നമ്മുടെ പണം, നമ്മുടെ ബുദ്ധി, കഴിവ്, ഇതൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും അതൊക്കെ എനിക്കുണ്ട് എന്ന് വിചാരിക്കും. എന്നാൽ അതിന് അതീതമായിട്ടുള്ളതാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടോ പണം കൊണ്ടോ
ജ്ഞാനം കൊണ്ടോ സ്വതസിദ്ധമായിരിക്കുന്ന കഴിവ് കൊണ്ടോ ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ അതിനതീതമായി ദൈവത്തിന്റെ കൃപ പകർന്ന ദൈവം നമ്മളെ ശക്തീകരിച്ചാണ് ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് എന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്റെ കഴിവുകൊണ്ടോ, ദൈവം തന്നിരിക്കുന്ന കഴിവൊക്കെ ദൈവം തന്നിരിക്കുന്ന, ദൈവം തരാത്തൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രശംസിപ്പാൻ ആർക്കും ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. അത് ഒന്നും പ്രശംസിപ്പാനായിട്ടില്ല. എന്നാൽ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ബലഹീനതയെ തെരഞ്ഞെടുപ്പാൻ ഇടയാത്തുന്നു. അപ്പോൾ ഈ ബലഹീനത എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തിനെ ഉപയോഗിക്കണമെങ്കിൽ, അവന്റെ കൈക്കുള്ളിൽ നിൽക്കണമെങ്കിൽ, അവന്റെ ആലോചനയ്ക്കൊത്തോണം നിൽക്കണമെങ്കിൽ നാം ദൈവസ്ഥിതി പൂർണ്ണമായും വിനയപ്പെട്ട് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ നമ്മൾ ഉപയോഗിക്കാൻ കഴിയത്തതുകൊണ്ട് ഈ പൗലോസിനെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് അവൻ കയ്യിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ദൈവം അവന്റെ ശരീരത്തിൽ ബലഹീനത ഇട്ടിരുന്നു. അതുകൊണ്ട് അത് വിട്ടുമാറാൻ വേണ്ടി അപേക്ഷിച്ചു. ദൈവം പറഞ്ഞു വിട്ടുമാറേണ്ട ആവശ്യമില്ലാതെ അതിരുന്നോട്ടെ ബലഹീനതയിൽ. അത് എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനത എന്റെ ശക്തി തികഞ്ഞു വരും. നിന്നെ അത് ആ വേദന, ആ ഭാരം, ആ വിഷയം എല്ലാം വരുന്നത് നിന്നെ തികച്ചെടുക്കാൻ വേണ്ടിയാ, നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, വേദനപ്പെടുത്തി ഇല്ലാതാക്കാനല്ല. ഈ വേദനയിൽ ദൈവം നമ്മെ തികഞ്ഞവനാക്കിയെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ അത് ഉപയോഗിക്കുന്നത്. ഇബ്രാഹിം ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. അപ്പൊ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബലഹീനനായി തീരുമ്പോൾ, കഴിവില്ല എന്ന് പറയുമ്പോൾ, സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ, രാത്രി ആർക്കെല്ലാം സമർപ്പിക്കാൻ കഴിയുമോ അവരെല്ലാം ദൈവം ശക്തീകരിക്കാൻ പോകുകയാണ്. അതെ, ദൈവാശ്രയം എന്നുള്ളത് നമുക്ക് അതിന്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ നാം വാസ്തവമായും എന്താണ് ബലഹീനത എന്ന് മനസ്സിലാക്കണം. ഇവിടെ പറയുകയാണ്, അവർ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ഇത് തന്നെയാണ് ഇവിടെയും പൗലോസ് പറഞ്ഞ, പൗലോസേ, നിന്റെ പിതാക്കന്മാർ അവര് നിന്നെക്കാൾ ശക്തിവന്മാരായിരിക്കുന്ന ദാവീദ്, ഗിദിയോൻ, അതുപോലെ അവരുടെ ജീവിതമൊക്കെ പഠിച്ച് പൗലോസ് തന്നെ മനസ്സിലായിട്ട് പറയുകയാണ്, അവരൊക്കെ ബലഹീനതയിൽ ശക്തി പ്രാപിച്ച് അവരുടെ സ്വന്തം കഴിവുകൊണ്ടല്ല. അവർ ബലഹീനതയിൽ ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ കൃപ അവിടെ മേൽ പകർന്നപ്പോൾ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ദൈവം അവരെ അഭിഷേകം ചെയ്തു, അവരെ ബലപ്പെടുത്തി. അതുകൊണ്ട് അവർ ശക്തി പ്രാപിച്ച് അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. യുദ്ധത്തിൽ വീരന്മാരായി തീരുവാനുള്ള ബലം അവിടെ മേൽ പകർന്നു. ബലഹീനതയിൽ ദൈവം ശക്തി പകരുമ്പോൾ യുദ്ധത്തിൽ വീരന്മാരായി തീരുവാൻ കഴിയും. ആത്മീയ യുദ്ധക്കളത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വീണ് കിടക്കണം. കർത്താവേ, ഞാൻ ബലഹീന, ശക്ത, എനിക്കൊന്നും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ എന്നെ ബലപ്പെടുത്താം. ദൈവം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ മറ്റൊരു വിധത്തിൽ ദൈവമക്കൾ പരിശ്രമിച്ചാൽ അത് പരാജയമായിരിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ ആധികാരികത വെളിപ്പെടുത്താനാണ് ഞാൻ ഈ സന്ദേശം എടുക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. ഒന്ന്, ബലഹീനതയിൽ എങ്ങനെ ദൈവത്തെ ശക്തി പ്രാപിക്കാം, അതല്ല, അല്ലെങ്കിൽ നാം തെറ്റിപ്പോയാൽ എവിടെ ചെന്നെത്തും എന്നുള്ളതും ഇന്ന് രാത്രി ബലഹീനത ജീവിതത്തിൽ വരും, പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. ഇത് വരുമ്പോൾ എങ്ങനെയാണ് ഒരു ദൈവഭക്തൻ അതിൽ നിന്ന് ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് എഴുന്നേൽക്കുന്നത് എന്നും, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാതെ വിശ്വാസത്തെ സൂക്ഷിച്ചു പോകുന്നത് എന്തായിത്തീരുന്നു എന്നുള്ളതും ഇന്നത്തെ സന്ദേശത്തിലൂടെ ഞാൻ വെളിപ്പെടുത്തുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. എഴുതിക്കൊള്ളുന്ന ഒരു മെസ്സേജ് അല്ല ഇന്ന് രാത്രിയിൽ. നിങ്ങൾക്കറിയാം, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ദൈവാത്മാ നൽകുന്ന ആ ദൈവത്തിന്റെ ചിന്തകളാണ് ഈ വചനത്തിന്റെ പ്രഭാഷണത്തിൽ ഞാൻ ഉപയോഗിക്കാറുള്ള സ്തോത്രം. ഇന്ന് രാത്രിയിൽ വേഗത്തിൽ ഈ സന്ദേശം സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, നാം എന്തായിരിക്കണം, ബലഹീനതയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് രാത്രിയിൽ ചില തെളിവുകൾ നിരത്തി അത് സംസാരിക്കാനാകുന്ന. അതിനു മുമ്പായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഉടച്ചു വാർത്ത് ദൈവം
ഉപയോഗിക്കുന്നതിനെ കുറിച്ചും നമുക്ക് കാണാൻ സാധിച്ചു. പൗലോസ് ശൗലായിരുന്നവനെ പൗലോസാക്കി, കുറഞ്ഞവനായി ദൈവനെ ശക്തമായിട്ട് ഉപയോഗിച്ചപ്പോൾ അവൻ ലേഖനങ്ങളിൽ അത് രേഖപ്പെടുത്തോടെ എത്തുന്നു. ദൈവത്തിന്റെ കൃപ മതി, അവന്റെ ബലഹീനത തികഞ്ഞു വരുന്നെന്ന് അവൻ പറയുവാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ വായിക്കാൻ സാധിക്കുന്നത് 20 കാണുന്നത്, ആ കാലത്ത് മോശ ജനിച്ചു. ഏത് കാലത്താണ് മോശ ജനിച്ചത്? മോശ ജനിച്ച കാലഘട്ടം ഒരാൺകുഞ്ഞ് ജനിക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജനിച്ചത്. കാലഘട്ടം നിനക്ക് വിരുദ്ധമായിരിക്കും. ജനിക്കേണ്ട സമയത്ത് ജനിക്കരുതാത്ത സമയത്ത് ജനിച്ച ഒരു കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതികൂലം നിറഞ്ഞിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം നൈൽ നദിയിൽ എറിയപ്പെടണമെന്നുള്ള ഒരു നിയമത്തിന്റെ സമയത്താണ് മോശ ജനിക്കുന്നത്. മോശ ജനിച്ചപ്പോൾ അവൻ വിരൂപനായിരുന്നെങ്കിൽ, പൊട്ടനായിരുന്നെങ്കിൽ, സംസാരിക്കാത്ത കുഞ്ഞായിരുന്നെങ്കിൽ ഈ മാതാപിതാക്കൾ വളർത്താൻ ശ്രമിക്കത്തില്ലായിരുന്നു. ഫറവോന്റെ പടയാളിയുടെ എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷെ അവൻ ജനിച്ചപ്പോൾ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ കാലത്ത് മോശ ജനിച്ച് ദിവ്യസുന്ദരനായിരുന്നു. ജനിച്ചപ്പോൾ അവൻ ദിവ്യസുന്ദരനായിരുന്നു. ഒരു ബലഹീനതയില്ലാത്ത നല്ല തേജസ്സുള്ള ഒരു ആൺകുഞ്ഞ്. അപ്പോൾ അവനെ എടുത്ത് കളയാൻ കഴിയത്തില്ല. ആകർഷത കൊടുത്തു ദൈവം. ഇവിടെ അതാ പറയുക, അവൻ ദിവ്യസുന്ദരനായിരുന്നു. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ വളർത്താൻ ആഗ്രഹിക്കുന്നതിൽ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും കഷ്ടം സഹിച്ച് വളർത്താൻ പരിശ്രമിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ഹിതമായിരുന്നു മോശ വളരണമെന്നുള്ളത്. നീ ഞാൻ വളരണ്ട, ജനിക്കണ്ട, അല്ലെങ്കിൽ മുൻപോട്ട് പോകണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിലും ദൈവം നമ്മളുടെ പകർന്നിരിക്കുന്ന ചില സ്വഭാവ വിശേഷതകളുണ്ട്. അതുകൊണ്ട് നിലനിന്ന് പോകാനിടയാക്കുന്നത്, അതുകൊണ്ട് നിലനിർത്തുവാൻ ദൈവം സഹായിച്ചു. അപ്പൊ ആ സമയത്ത് മോശ ദിവ്യസുന്ദരനായിരുന്നത് കൊണ്ട് അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ, എന്തുകൊണ്ടാണ് ദിവ്യസുന്ദരൻ ആയിരുന്നത് കൊണ്ടാണ് അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റിയത്. ഈ ദിവ്യസുന്ദരൻ ഇല്ലാത്ത ഒരു കുഞ്ഞായിരുന്നെങ്കിൽ അവരത്രയും ടെൻഷൻ എടുക്കത്തില്ലായിരുന്നു. അവനെ അപ്പന്റെ വീട്ടിൽ പോറ്റി പിന്നെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവൻ ജനിച്ചപ്പോൾ ദിവ്യസുന്ദരനായതുകൊണ്ട് അവൻ മരിക്കാതെ അവൻ ഫറവോന്റെ കൊട്ടാരത്തിലെത്തുവാനിടയായി. അങ്ങനെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവിടെ അവന് അന്ന് ഈ മിസ്രയീമ്യ ഫറവോന്റെ മകളുടെ മകനായതുകൊണ്ട് മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ലോകപ്രകാരം മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായവനായിരുന്നു. അങ്ങനെ അവൻ 40 വർഷം ദിവ്യസുന്ദരനായി വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ മിടുക്കനായി അവൻ വളരുവാൻ ഇടയായി തീർന്നു. എന്നാൽ 40 വയസ്സായപ്പോൾ ദൈവം തന്നെ അവനെ അവിടെ നിന്ന് ഇറക്കി, കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി. പക്ഷെ ദൈവം തന്നെ അവനെ അവിടെ നിന്ന് ഓടിച്ച് മാറ്റി മിദ്യാൻ ദേശത്തേക്ക് കൊണ്ടുപോയത് ഇവന്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് തടിച്ച നാവുള്ളവനായി വിക്കനായി ഇവൻ മാറ്റപ്പെട്ടു. അവിടെ പഠിച്ചതെല്ലാം മറന്നുപോയി. ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ മോക്ഷത്വമാണ്. അപ്പൊ ഈ ലോകപ്രകാരമുള്ള മിസ്രയീമ്യ ജ്ഞാനം അറിയാമായിരുന്ന മോശ ദൈവം 40 വർഷം കഴിഞ്ഞപ്പോൾ അവനെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി അവന്റെ മേൽ വടി കൊടുത്തിരുന്നെങ്കിൽ, ജനത്തെ നിയന്ത്രിക്കാൻ വിട്ടിരുന്നെങ്കിൽ, ഇവൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കത്തില്ലായിരുന്നു, തന്റെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം ഒരു ശുശ്രൂഷ തരണമെങ്കിൽ ദൈവത്തിൻ്റെത് ആകുന്നെങ്കിൽ നമ്മളിലുള്ളതെല്ലാം മാറ്റിയിട്ടേ ദൈവം നമ്മളത് പകരിപ്പിക്കും. 40 വർഷം ഇവൻ മരുഭൂമിയിൽ ഉഴന്നലഞ്ഞു. ഒരു
ജ്ഞാനവും അഭ്യസിച്ചതും എല്ലാ വാക്കിലും പ്രവൃത്തിയിലൊക്കെ സമ്പന്നായി, വിദ്യാസമ്പന്നായി, രാജകുമാരനായി വളർന്ന മോശ മിദ്യാന്റെ ദേശത്ത് മരുഭൂമിയിൽ ആട്ടിടയനായി കഴിഞ്ഞപ്പോൾ അവനെല്ലാം പഠിച്ചു. പിന്നെ അവൻ അറിയാവുന്നത് ആടുകളുടെ ശബ്ദം മാത്രമേ അറിയത്തുള്ളൂ, കേൾക്കാൻ മനസ്സാകത്തുള്ളൂ. അവൻ ആട്ടിടയനായി മാറി. വെള്ളം എവിടെയുണ്ട്, ആടിന് തീറ്റ അവിടെ കൊടുക്കണം, എങ്ങനെ ആടിനെ കൊണ്ട് അടക്കണം എന്നുള്ള രീതിയിലേക്ക് അവനെ മാറ്റി. ദൈവം നമ്മളെ മാറ്റിയെടുക്കുന്നതാണ്. അവന്റെ കൈക്കിണങ്ങിയ ഉപകരണമാക്കി മാറ്റാം. ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവ് വിളിച്ചു പറയുക, ചില തകർച്ചകൾ, ചില ഉടച്ച വാക്കലുകൾ, ചില ബലഹീനതകൾ പിൽക്കാലത്ത് ദൈവത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി ദൈവം നൽകുന്നു. ഈ 40 വർഷം എല്ലാ ജ്ഞാനവും അഭ്യസിച്ച സകല അടവുകളും യുദ്ധ അഭ്യാസങ്ങളും രാജാവാകേണ്ടവനാണ്. എങ്ങനെ ടാക്ടിക്കലായിട്ടുള്ള യുദ്ധം നയിക്കാം, തന്ത്രജ്ഞാനിയാക്കി മാറ്റി നമുക്കറിയാം. ഈ വെറുതെ ഒന്നും അല്ല യുദ്ധത്തിന് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇസ്രായേൽ യുദ്ധം, അവരിപ്പം നടത്തിയെടുക്കുന്ന യുദ്ധത്തിന്റെ മുറകളൊക്കെ മനസ്സിലാക്കിയുള്ളൂ. കയ്യിരിക്കുന്ന മൊബൈൽ ഫോണൊക്കെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതാണ് പറയുന്നത്. എല്ലാവരുടെ കയ്യിൽ ഉണ്ട് പേജർ ഉപയോഗിച്ചിരുന്നു. അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പേജർ. അത് മൊബൈലൊക്കെ ആണെങ്കിൽ അതിന് സെക്യൂരിറ്റി കുറവായതുകൊണ്ടാണ് അങ്ങനെയുള്ള ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അതിന്റെ അകത്ത് അവര് വേണ്ടതായ കാര്യങ്ങൾ ക്രമീകരിച്ച് പിടിച്ചോഞ്ഞൊക്കെ പൊട്ടിത്തെറിക്കാനകത്ത്. ഇങ്ങനെ ടാക്ടിക്കലായിട്ടുള്ള യുദ്ധ സാമർത്ഥ്യ തന്ത്രങ്ങളൊക്കെ പഠിച്ചവനായിരുന്നു മോശ. ലിസാജനത്തെ, ദൈവത്തിന്റെ ജനത്തെ നയിക്കാൻ മിസ്രൈമിന്റെ കഴിവ് ആവശ്യമില്ല. ഫറവോനെ പഠിപ്പിച്ചെടുത്ത യുദ്ധതന്ത്രങ്ങൾ ആവശ്യമില്ല. കലാശാലകളിലും മറ്റു പല സ്ഥലങ്ങളിലും നീ പഠിച്ച് കൊണ്ടുവന്ന വൈഭവങ്ങളോ ശക്തികളോ ദൈവവേലയ്ക്ക് ആവശ്യമില്ല. ദൈവവിനെ വീക്കനാക്കി മാറ്റി, നടിച്ച് നാമളനാക്കി മാറ്റി. ദൈവം പറഞ്ഞു, ഞാൻ മുമ്പേ തന്നെയും ഇപ്പോഴും കടിച്ച നാവുള്ളവനെ വീക്കനായി എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഫറവോട് സംസാരിക്കാൻ പോകണമെങ്കിൽ നീ മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുവാൻ അദ്ദേഹത്തെ. പക്ഷേ ദൈവം പറഞ്ഞു, നിനക്കെന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരും. മോശെ, രാത്രിയിൽ എത്ര കെട്ടെടുക്കുവാൻ കഴിയും? ചിലതിനെ ദൈവം ഇല്ലാതാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പലപ്പോഴും ദൈവത്തെ കൈമർത്തി പറയും, കർത്താവേ ഒന്നുമായിട്ടില്ല, ഒന്നുമില്ല, ഈ പറയാതാ എനിക്ക് വേണ്ടിയെന്ന്. രാത്രി ദൈവാത്മാ ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ സറണ്ടർ ചെയ്യുവാൻ, കൈകൾ മലർത്തുവാൻ. കൈമലർത്തി കാണിച്ചു, കഴിവില്ല. ദൈവം പറഞ്ഞു, നീ പിടിച്ചിരിക്കുന്ന വടിയുണ്ടല്ലോ, അത് ഞാൻ മാറ്റാൻ പോകുക, നിന്നെ അധികാരമുള്ളവനാക്കി മാറ്റാൻ പോകുക. നീ സുന്ദരനായി, രാജകുമാരനായി, നീ വാക്കിലും ജ്ഞാനത്തിലും കഴിവുള്ളവനായി വിക്കിയല്ലെന്ന് അവിടെ എബ്രായരോട് സംസാരിച്ചത്, നല്ല രീതിയിൽ സംസാരിച്ചത്, 40 വർഷം മുമ്പ് നന്നായി സംസാരിച്ചത്. അന്നേരം അവരങ്ങനെ തള്ളിക്കളഞ്ഞു. ഇനി ആരാണ് അധികാരം പ്രഭുവാക്കുന്നത് പറഞ്ഞു. എന്റെ അർത്ഥം ദൈവമായ കർത്താവിനെ തള്ളിക്കളഞ്ഞതാ. അവരന്നേരം അവനെ അങ്ങ് സ്വീകരിച്ചെന്ന് ആലോചിച്ച് നോക്കി. എബ്രായർ വിചാരിക്കുക, മോശ ഞങ്ങളുടെ നേതാവായി ഞങ്ങൾക്ക് മുമ്പിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവരങ്ങ് അംഗീകരിച്ചിരുന്നെങ്കിൽ മോശയുടെ നേതൃത്വത്തിൽ അവിടെ ഇവർ പ്ലാൻ ചെയ്തതുപോലെ, ഈ ഫറവോൻ വിചാരിച്ചതുപോലെ അവരവർ ഭയപ്പെട്ടിരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന. ജനം പെരുകി തുടങ്ങി കഴിയുമ്പോൾ അവരുടെ ജാതിക്കെതിരെ, രാജ്യത്തിനെതിരെ എതിരുണ്ടാകും. അതുകൊണ്ടാണ് ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയണമെന്ന് പറഞ്ഞുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ ചിന്തിച്ച പോലെ തന്നെ വരുമായിരുന്നു. ഒരു രാജ്യത്തിന്റെ അകത്ത് ഒരു റിവോൾട്ട്, ഒരു വിമത പ്രശ്നം ഉണ്ടാക്കി രാജ്യത്തെ തകിടം മറിക്കാനുള്ള ദൈവം പ്ലാൻ ചെയ്തത്. അങ്ങനെയുള്ള ഒരു വിടുതലല്ലായിരുന്നു ദൈവം ഇസ്രായേലിന്റെ മേൽ കണ്ടിരുന്നത്. മോശ ജനിക്കേണ്ട സമയം, മോശ അവിടെ നിന്ന് ഓടേണ്ട സമയം, മോശ ദൈവം തിരികെ എടുക്കേണ്ട സമയം, ഇതെല്ലാം സ്വർഗത്തിന്റെ പദ്ധതിയെ നേരത്തെ കണക്കൂട്ടി വെച്ചിരുന്നതാണ്.
അവരെ 430 സംവത്സരം കഴിഞ്ഞ് അന്ന് ആ ദിവസം വിടിവിക്കാനുള്ള പ്ലാനെല്ലാം സ്വർഗം നേരത്തെ കരുതി വെച്ചിരിക്കുക. അതനുസരിച്ച ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ ഈ കഴിവുള്ള മോശ ഇറങ്ങി സംസാരിച്ചപ്പോൾ മിസ്രയീമിനെ അടിച്ചു കൊന്നു, കൊന്ന് കഴിവുള്ളവനായി തീർന്നതുപോലെ മറ്റുള്ളവരുടെയും കാര്യങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ളവനായി ജ്ഞാനവും വാക്കിലും പ്രവൃത്തിയിലും കഴിവുള്ളവനായിരുന്നു മോശ. അത് ഇടപെട്ടാൽ അത് അവിടെ കീഴ്പ്പെടാനുള്ളതേ. പക്ഷേ അവിടെ അവനെതിരെ ശബ്ദമുയർത്തി വേണ്ടിയർത്ഥം ദൈവഹിതമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഭയപ്പെട്ട് ഓടിപ്പോകുവാൻ ഇടയാക്കുന്നത്. ചില എതിർപ്പുകൾ ഉണ്ടാകുന്നത് അത് നിന്നെ ഉയർത്താതിരിക്കാൻ വേണ്ടി ചില എതിർപ്പുകൾ ഉണ്ടാകുന്നത് അന്നേരത്തെ ആ സമയത്ത് ഒരുപക്ഷെ നമുക്കത് വേദനയായിരിക്കും, ഭാരമായിരിക്കും. ഭയപ്പെട്ടു പോകണ്ട. ദൈവം കണ്ടിട്ടുള്ള സമയത്ത് ദൈവത്തിന്റെ കൃപ നൽകി ദൈവം ശക്തീകരിച്ച് അവൻ ഉദ്ദേശിച്ചതിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കാനാണ് മോശം ചെയ്തു. മോശയോട് ദൈവം ചെയ്തു. 40 വർഷം മരുഭൂമിയിൽ അവൻ ആടുകളെ മേയിച്ച് ഒന്നുമില്ലാത്തവനായി തീർന്നു. ഒരിക്കലും വിചാരിച്ചില്ല ഇത് മടങ്ങി വരവുണ്ടെന്നുള്ളത്. വിദ്യയുടെ ദേശത്ത് തീരുമെന്ന് വിചാരിച്ചത്. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. അവൻ എന്തിനു വേണ്ടി ജനിപ്പിച്ചു ആ ദൗത്യം ചെയ്തെടുക്കുവാൻ അവനെ ഒന്നുമല്ലാത്തവനാക്കിയിട്ട് ദൈവം അവന്റെ മേൽ അധികാരം കൊടുത്തവനെ അഭിഷിക്തനായി ആ ദേശത്തേക്ക് അയച്ച സൈന്യത്തെ വിടിവിച്ച് ചരിത്രം നമുക്കറിയാവുന്നതിലേക്ക് കടന്നുപോകാൻ ആഗ്രഹിക്കുന്നപ്പോൾ ദൈവം മോശയെ ഉടച്ചു വാർത്തു. മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നവൻ ഒന്നുമില്ലാത്തതിനെ പറയും, ഞാൻ വീക്കന, എനിക്കൊന്നും അറിയത്തില്ല, സംസാരിപ്പാൻ കഴിയത്തില്ല ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മുൾപ്പറപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ മുമ്പിൽ പറയാ, എനിക്ക് കഴിയത്തില്ല, ഞാൻ ബലഹീനനാ, എനിക്ക് തടിച്ച നാവുണ്ട്, എനിക്ക് സംസാരിപ്പാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മാറുവാൻ ശ്രമിച്ചത് ദൈവം അപ്രകാരം അവനെ താഴ്ത്തി അവനെ എന്ത് ചെയ്തു? അവനെ ഒന്നുമല്ലാത്തവനാക്കി തീർത്തപ്പോഴാണ് ദൈവനെ കാര്യങ്ങൾ ഉപയോഗിക്കാത്തത് എന്നങ്ങനെ ഉപയോഗിച്ചു. അങ്ങനെ ഈ കാലഘട്ടങ്ങളിലും ദൈവ കർത്താവ് ഉപയോഗിക്കുന്നവരെ ഒന്നുമല്ലാത്തവരാക്കി ദൈവസ്ഥയിൽ പാതപീഠത്തിൽ വീണടക്കാൻ ഇടയാക്കത്തില്ല. നീ കഴിവില്ല കർത്താവെ, ഒന്നും അറിയത്തില്ല കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥയിൽ വീണടക്കുന്നവരെ ദൈവാത്മാവ് ദിവസങ്ങളിൽ ശക്തീകരിക്കാൻ പോകുക. പൗലോസ് പറഞ്ഞു, യേശുവിനും നീ പോകണം. ദൈവം പറഞ്ഞു, അത് മാറ്റിക്കളയത്തില്ല, അത് നിന്റെ മേലിരിക്കും, മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ എന്റെ കൃപ നിന്റെ മേൽ തികഞ്ഞു വരുവാൻ, എന്റെ ശക്തി നിന്റെ മേൽ തികഞ്ഞു വരുവാൻ വേണ്ടിയാ. നീ ബലഹീനാകുമ്പോൾ ദൈവശക്തിന്റെ മേൽ വ്യാപരിച്ച് ദൈവത്തിന്റെ എത്ര സന്ദർഭങ്ങൾ പൗലോസിനെ ദൈവം ശക്തീകരിച്ചു, ബലപ്പെടുത്തി, അവനെ മുമ്പോട്ട് കൊണ്ടുവന്നു, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. 2 വ്യക്തികളെ വേഗത്തിൽ ഞാൻ എടുത്തു കാണിക്കാം. ദൈവശക്തി ബലഹീനതയിൽ തികഞ്ഞു വന്ന അനുഭവങ്ങളും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി നാശത്തിലേക്ക് പോയ 2 വ്യക്തികളെയും കുടുംബങ്ങളെയും കുറിച്ചുള്ള ചരിത്രം 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2ഉം അടുത്തടുത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 28-ാം അധ്യായം, അതിന്റെ 29-ാം അധ്യായവുമാണ്, അതിന്റെ 30-ാം അധ്യായമാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ബെന്യാമീൻ ഗോത്രക്കാരൻ ശൗൽ, ആദ്യത്തെ ഇസ്രായേൽ രാജാവ്. 2ാമത് ദൈവത്തിന്റെ അഭിഷിക്തനായി തീർന്ന ദൈവഹിതപ്രകാരമുള്ള ദാവീദ്, 30-ാം അധ്യായം. ഇവർ 2 പേരും ബലഹീനരായി തീർന്നു. എന്നാൽ അവർക്ക് ബലം പ്രാപിക്കാൻ വേണ്ടി ആശ്രയിച്ച 2 മാർഗങ്ങളായി, 2 പേരും 2 മാർഗങ്ങളാണ് ആശ്രയിച്ചത്. ശൗൽ എന്ന അവൻ ദൈവത്താൽ നിയുക്തനായവനായിരുന്നു, അഭിഷേകമുള്ളവനായിരുന്നു. എന്നാൽ അവൻ അനുസരണക്കേടിലൂടെ പോയപ്പോൾ ഒരു രാജ്യത്തെ നഷ്ടപ്പെടുവാനിടയെ തീർന്നു. എന്നാൽ അവന് വേണമെങ്കിൽ മടങ്ങി വരാമായിരുന്നു, പക്ഷെ അവൻ മടങ്ങി വന്നില്ല. അവൻ സ്വന്തം കാര്യങ്ങളിലൂടെ, തെറ്റിൽ
നിന്ന് തെറ്റിലേക്ക് പോകുകയത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനക്കാരെ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും മനുഷ്യരാണ്. ഈ പഴയ നിയമം പുതിയ നിയമമുള്ള വ്യത്യാസം എന്താണെന്ന് കഴിഞ്ഞ ദിവസത്തിനോട് ഒരാൾ ചോദിപ്പാകത്തത്. പഴയ നിയമത്തിൽ മുഴുവൻ കൊല്ലും കൊലയും വിഷയങ്ങളൊക്കെയാണല്ലോ എന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനത് വേഗത്തിൽ മനസ്സിലാക്കി കൊടുത്ത ഒരു ഉദാഹരണം പറഞ്ഞു. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഈ അനസ്തേഷ്യ ഇല്ലാത്തുള്ള ശസ്ത്രക്രിയയായിരുന്നു പഴയ നിയമം. അന്ന് രോഗം മാറണമെങ്കിൽ എന്തെങ്കിലും മുറിവൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ അന്ന് കൈകാലുകൾ പിടിച്ചു കെട്ടി അവരെന്ത് ചെയ്യുമായിരുന്നു? ആ രോഗം മാറാൻ വേണ്ടി കത്തിവെക്കുമായിരുന്നു. പച്ചയ്ക്ക് കത്തിവെക്കുമായിരുന്നു. അതാണ് പഴയ നിയമം. പഴയ നിയമത്തിൽ പച്ചക്കുള്ള കത്തിവെപ്പായിരുന്നു. ഇതിനു വേണ്ടിയാ, നന്നാകാൻ വേണ്ടിയാ ചെയ്തത്. നമ്മൾ നോക്കുമ്പോൾ അവരെ കൊന്നു, ഇവരെ കൊന്നു, വെട്ടി കൊന്നു എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അത് നന്നാകാൻ വേണ്ടി പച്ചക്ക് ചെയ്യായിരുന്നു. പുതിയ നിയമത്തിൽ അനസ്തേഷ്യ വന്നു, മരുന്ന് കിട്ടി. പഴയ നിയമത്തിൽ ഇത് മനഃപൂർവ്വമായിട്ടല്ലായിരുന്നു അവരങ്ങനെ ചെയ്തത്. അവരെ ശരിയാക്കണം. രോഗിയെ അവന്റെ എവിടെയെങ്കിലും ഉദരത്തിൽ എവിടെയെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് നന്നാക്കണമെങ്കിൽ അവരെ ശരിയാക്കി എടുക്കണം. അവനെ വലിച്ചു കെട്ടി പിടിച്ചാണ് ഈ കീറി പൊളിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. മുറിവൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, അനസ്തേഷ്യ ഇല്ല ആ കാലഘട്ടത്തിൽ. അതിന് പരിഹാരമായിട്ടാണ് അനസ്തേഷ്യ കണ്ടു. പുതിയ നിയമത്തിൽ അനസ്തേഷ്യ വന്നതുകൊണ്ട് ഈ വേദനയൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളെ റിപ്പയർ ചെയ്തു, നമ്മളെ ശസ്ത്രക്രിയ വരുന്നു. കഴിഞ്ഞ ദിവസം എനിക്കും മൈനസ് സർജറി ആയിരുന്നെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എടുത്തോടുകൂടി ലോക്കലൈസ് ആയതുകൊണ്ട് അവിടെ ഞാനൊന്നും അറിഞ്ഞില്ല. അവരതെല്ലാം ചെണ്ടിപ്പറിഞ്ഞ് കളയാണ്ടിടയാക്കും. അതില്ലായിരുന്നെങ്കിൽ പിടിച്ചു കെട്ടണം. വേദനയാ, മനുഷ്യ സഹിക്കാൻ പറ്റത്തില്ല. കൈകൊണ്ട് പിടിച്ചു കെട്ടി അത് ക്ലീൻ ചെയ്യും. അത് സഹിക്കാൻ പറ്റത്തില്ല. പഴയ നിയമത്തിൽ മരുന്നില്ലായിരുന്നു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവാണ്, ക്രിസ്തുവേശു രക്തത്തിന്റെ മരുന്ന് വന്നതോടുകൂടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു നമുക്ക് വേണ്ടി അതിവേദന സഹിച്ച് അവനെ പച്ചയ്ക്ക് കാൽവറിയിൽ തൂക്കിയപ്പോൾ അവൻ നിലവിളിച്ച് നമുക്ക് വേണ്ടി ഒഴുക്കിയ ജീവരക്തം കൊണ്ട് സമാധാനമുണ്ടായി, സ്വസ്ഥതയുണ്ടായി. അത് മുഖാന്തരമായി ഇന്ന് വചനമാകുന്ന കത്തി കൊണ്ട് നമ്മളെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകാറില്ല. എന്നാൽ നാം സന്തോഷിക്കും, വിടുതൽ പ്രാപിക്കും. അതാണ് പഴയ നിയമം പുതിയ നിയമയുടെ വ്യത്യാസം. പുതിയ നിയമത്തിൽ വിഭാഗിയായ മനുഷ്യൻ ദൈവത്തോട് പറയുമ്പോൾ അവൻ ആടുകളെയും കാടുകളെയും കൊണ്ടുവന്ന് കൊന്നിട്ട് അതിന്റെ പടഞ്ഞു മരിക്കുന്ന കണ്ടിട്ടവൻ ഭാവിയാണെന്ന് പറഞ്ഞ് വിഷമിച്ചു പോകേണ്ട ആവശ്യമില്ല. പാപത്തിന്റെ ഓർമ്മ പുതുക്കേണ്ട ആവശ്യമില്ല. പുതിയ നിയമത്തിൽ ആണ്. പഴയ നിയമത്തിലുണ്ടായിരുന്നെങ്കിൽ. പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. കാൽവറി നമുക്ക് വേണ്ടി യേശു ക്രിസ്തു യാഗമായി തീർന്നത് കൊണ്ട്, അവൻ മുഖാന്തരം സമാധാനം തന്നതുകൊണ്ട്, മരുന്ന് പാപത്തിന്റെ ക്ഷമ നമുക്ക് ലഭിച്ചത് കൊണ്ട് നമുക്കിന്ന് വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ വേദനയിൽ ഉളവാകുന്നത് നമുക്ക് ഹൃദയ തകർച്ച ഉണ്ടാകുമെങ്കിലും അതിൽ നിന്ന് സന്തോഷം ഉളവാകുവാൻ ഇടയായിത്തീർന്നത് കൊണ്ടാണ്. നിയമത്തിന്റെ വ്യത്യസ്തത ക്രിസ്തു എന്ന നിർദോഷവും കുഞ്ഞാടിന്റെ വലിയൊരു രക്തം കൊണ്ടുള്ള ആ പാപമോചനത്തെ ശക്തി നമ്മൾ വ്യാപരിക്കും. പഴയ നിയമത്തിൽ അത് അങ്ങനെയല്ലായിരുന്നു. അത് അവരെ അടിച്ച് മനഃപൂർവ്വമായിട്ട് അവരെ പിടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് പഴയ നിയമം വായിക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ നമ്മളെ പിടിച്ചേൽപ്പിക്കുകയല്ല. നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ തുറന്ന് സമാധാനത്തിന് ദൈവം നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് സമാധാനം തന്ന ആ ദിവ്യ സമാധാനത്തിനായി രാത്രി സ്തോത്രം ചെയ്യാം. ഇവിടെ രണ്ട് പേരും രണ്ട് വ്യത്യസ്തമായ നിലവാരങ്ങളിലാണ് കടന്നു പോകുന്നത്. 28 വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചു. 28 അതിന്റെ 5 വാക്യം. ഇവൻ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചു. ഹൃദയം വിറയ്ക്കുക എന്നതിന്റെ അർത്ഥം അവന്റെ ഹൃദയം ഇളകിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്ന ഹാർട്ട് അറ്റാക്കിന്റെ ഒരു രീതിയാണത്. എന്ന് പറഞ്ഞാൽ ഹൃദയം വിറച്ചു. ഇനി എങ്ങോട്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അവൻ വല്ലാതെ വിറച്ചു, ഹൃദയം വിറച്ചു പോയി. ഫെലിസ്ത്യ സൈന്യത്തെ കണ്ടു ഭയപ്പെട്ട് അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചു. 28 5 വാക്യം. എന്താ ശൗലേ, നീ അഭിഷിക്തനല്ലായിരുന്നോ? നീ ഇതിനു മുമ്പ് എത്രയോ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളവനാ. നിനക്കിപ്പോൾ എന്താ സംഭവിച്ചത്?
കാണാൻ സാധിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ശൗൽ ഓരോ ദിവസം ചെല്ലുന്തോറും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ആക്കി വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വിശ്വസ്തത കാണിച്ചു. ദൈവം പറയുന്നത് അവൻ നിവൃത്തീകരിച്ചില്ല. അതിന് വിരുദ്ധമായി അവൻ നിന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു ഇല്ല. ഇവനെ ഏറ്റവും ഭയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ശൗൽ യഹോവയോട് ചോദിച്ചാറെ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരമള്ളിയില്ല. 8-ാം വാക്യം നമുക്ക് തിരുവനന്തപുരം പറഞ്ഞുണ്ട്, ഞാൻ നിങ്ങളെ വിളിക്കും, നിങ്ങൾ കേൾക്കുകയില്ല. നിങ്ങൾ വിളിക്കും, ഞാനും കേൾക്കുകയില്ല. ദൈവം വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ, നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കുകയില്ല. ദൈവം എല്ലാവരെയും വിളിക്കുന്നുണ്ട്. കുലത്തിൽപ്പെട്ട സകല മനുഷ്യരെയും യേശുക്രിസ്തു ക്രൂശിൽ തന്ന ജീവന്റെ രക്തം കൊണ്ട് പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ സുവിശേഷത്തിന്റെ വിളിയാൽ വിളിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ ഇന്ന് അതിനെ അവഗണിച്ച് അനേകരും പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കൽ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ കേൾക്കാതിരുന്നത് പോലെ നിങ്ങൾ നിലവിളിക്കും, ഞാൻ കേൾക്കയില്ല. അന്ത്യന്യായവിധിയുണ്ട്. സകല മനുഷ്യനും ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വന്ന സകല മനുഷ്യൻ പറഞ്ഞാൽ ദൈവത്തിന് സഭ ഉൾപ്പെടെയുള്ളവരല്ല അന്ത്യന്യായവിധിയിൽ ഉൾപ്പെടുന്നത്. അത് ദൈവത്തിന് അകന്നു പോകുന്നവരാ. ദൈവം വിളിച്ചിട്ട് വിളിയേക്കാത്തവരാ അന്ത്യന്യായത്തിൽ ഏർപ്പെടുന്നത്. അന്ന് അവർ കൈകാലിട്ടടിക്കും, നിലവിളിക്കും, ക്ഷമിക്കണം, കരുണ തോന്നണമെന്ന് പറയും. ദൈവം പറയും, ഞാൻ കേൾക്കില്ല. ജീവനോടിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കണം. ഇതുവരെയും ആരെങ്കിലും ദൈവശബ്ദം കേട്ടിട്ട് മനം തിരിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി ദൈവം വിളിക്കുകയാ. ദൈവശബ്ദം കേട്ട് മനം തിരിഞ്ഞാൽ നീ വിളിക്കുമ്പോൾ ദൈവം കേൾക്കും. അതല്ലാതെ ദൈവശബ്ദത്തിന് മറുതിരിച്ചു പോയാൽ നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവം പറയും, ഞാൻ കേൾക്കത്തില്ല. ശൗല് ഭയപ്പെട്ടു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാതെ എന്നില്ല, പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം കേട്ടില്ല. അഭിഷിക്തനായിരുന്നു, അഭിഷേകം നഷ്ടപ്പെട്ടു. ആരാധനക്കാരായിരുന്നു, ആരാധന നഷ്ടപ്പെട്ടു. അവന് ദൈവത്തെ ഭയമുള്ളവനായിരുന്നു. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ അധികാരത്തിന്റെ പ്രൗഢിയിൽ തലമുറയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചിന്തയോടുകൂടി ദൈവിക പ്രമാണത്തെയും ദൈവപ്രവാചകന്മാരെയും വില കൊടുക്കാതെ സ്വന്തം ഇഷ്ടത്തിന് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം അവനെ കൈവിട്ടു എന്നാണ് സൗലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവൻ ഭയപ്പെട്ട് നിലവിളിച്ചു. പക്ഷേ 3 രീതിയിലാണ് ദൈവം സംസാരിച്ചു. 1 പ്രവാചകന്മാർ, 2 ദൈവ സ്വപ്നത്തിലൂടെ അരുളിച്ചെയ്യ അല്ലെങ്കിൽ ഓറിയും കൊണ്ട്. ഈ 3 രീതിയിലും ദൈവനോട് അരുളിച്ചെയ്തില്ല. അങ്ങനെ അരുളിച്ചെയ്ത് അപ്പോൾ ശൗൽ തന്റെ ഭക്തന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പീൻ, ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. എന്റെ ഭക്തന്മാർ അവനോട് എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. വെളിച്ചപ്പാടത്തിമാരെല്ലാം നീക്കിയതാണ്. ശൗൽ വളരെ തീക്ഷ്ണതയോടുകൂടി എടുത്തിയാളെ പലതും ചെയ്യുന്ന ആളാണ്. അത് പലതും ചെയ്ത് ദൈവത്തിന് വേണ്ടി ആണെന്ന് പറഞ്ഞ് ചെയ്തതാ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അതെല്ലാം പിന്നീട് കാണാൻ സാധിക്കുന്ന അവന്റെ ആ എടുത്ത് ചെയ്തതാ. ഇവർ നോക്കിയപ്പോൾ ദൈവം സംസാരിച്ചില്ല. വളരെ ശ്രദ്ധിക്കണം. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തെ വിട്ട് ഏതെങ്കിലും മാർഗത്തിലേക്ക് പോയാൽ ജീവിതം അപകടത്തിലാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയില്ലെങ്കിലും മരിക്കേണ്ടി വന്നാലും ദൈവത്തെ വിട്ട് മാറുന്നത് കൊണ്ടോ ആണ് ഇന്നത്തെ ദൂതം. എന്തായാലും മരിക്കേണ്ടവരല്ലേ, മരിക്കുള്ളൂ. കത്താൻ വേണ്ടി മരിക്കുക. ചിലരൊക്കെ ചില പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേന് പിന്നെ അഭിമാന വിഷയം, അങ്ങനെയായി തരൂ ഇങ്ങനെയായി തരൂ, കൂടി വന്ന ജയില്, അത് കൊണ്ടൊന്നും വരത്തില്ലല്ലോ. ഓക്കെ, അത്രയും മാക്സിമം മരണം.
അതേ ഉള്ളൂ. എന്തായാലും എങ്ങനെ ദുരഭിമാനത്തിൽ മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ വിശ്വാസത്തിൽ മരിക്കുന്നത്? വിശ്വാസത്തിൽ മരിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഒരുപാട് അഭിമാന വിഷയങ്ങൾ നേരിട്ടവരാ. പക്ഷെ അപ്പോഴൊന്നും ദുരഭിമാനം ഉണ്ടായി മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തില്ല. ദൈവത്തോട് പറഞ്ഞ കർത്താവേ, നീയാണ് എന്റെ സർവ്വതും, നീയാണ് സകലവും. ഒരു ആശ്രയബോധം ഉണ്ടാകണം. ഇവിടെ ശൗലിന്റെ ഹൃദയം അത് ദൈവത്തിന് സ്ഥിരമായിരുന്നില്ല. ഇരു മനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു. ഇരു മനസ്സുള്ളവരെ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അടിവരയിട്ട് ഇന്ന് രാത്രി കേട്ടുപോകണം. ദൈവാത്മാവ് പറയുന്നത് ഇരു മനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടുന്ന്. അങ്ങനെയുള്ള ചിന്താഗതിയായിട്ട് ആരെങ്കിലും വിശ്വാസം നിന്നാൽ കർത്താവ് പറയും, നിന്റെ മനസ്സെനിക്ക് നേരത്തെ അറിയാം, നീ അസ്ഥിരനാണ്. അപ്പോൾ ശൗല് വാസ്തവത്തിൽ അസ്ഥിര. ഇവൻ ഇതെല്ലാം ഓടിച്ചാടി നടന്ന് അവിടെയുള്ള വെളിച്ചപ്പാടത്തിമാരെല്ലാം കൊന്നതാ. പക്ഷേ ഈ വെളിച്ചപ്പാടത്തി എവിടെ ഉണ്ടെന്നുള്ളത് അവന്റെ ഭൃത്യന്മാർക്കറിയായിരുന്നു. അപ്പൊ അവന് കൂടെ നിൽക്കുന്ന ആൾക്കാരും ഇതിനെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഒരുത്തനെ ശൗലിന്റെ കൂട്ടത്തിൽ നിന്ന ഭൃത്യന്മാർക്ക് മനസ്സിലായി കൊല്ലാതിരിക്കുന്ന സകലരെ കൊല്ലാൻ വേണ്ടി പോയ കൂട്ടത്തിൽ കൊല്ലാതെ വെച്ചിരിക്കുന്ന എന്തോരില്ല ഒരു വെളിച്ചപ്പാടത്തിനുള്ള കാര്യം ശൗലിന്റെ അരമനയിലുള്ള അവന്റെ ഭൃത്യന്മാർക്ക് അറിയാമായിരുന്നു. എന്താ അവർ കൊല്ലാതിരുന്നത്? അവർക്കും ഈ ദൈവിക പ്രവാചകന്മാരെക്കാൾ കൂടുതൽ എളുപ്പത്തിൽ കാര്യം നടത്തിക്കൊണ്ടിരുന്നവരായി. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണ് ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് വായിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത്. അപ്പോൾ യാക്കോബ് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാ അവിടെ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയത്തോടെ വേണം ദൈവത്തോട് അടുത്ത് വരുവാൻ. ദൈവസ്നേഹമാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാ. നമുക്കിവിടെ കിട്ടിയില്ല അവിടെ എന്നുള്ള ചിന്തയോടെയാണ് വിശ്വാസം നിൽക്കുന്നെങ്കിൽ ഇവിടെ ഒരു ശുശ്രൂഷ ഇല്ലെങ്കിൽ സാരമില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ആരും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വേറൊരു മാർഗത്തിലൂടെ ഒന്നും നേടരുത്, നേടാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അത് അപകടത്തിലാണ്. ഇപ്പൊ ഈ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ്. 6-ാം വാക്യം, യാക്കോബ് ലേഖനം അതിന്റെ 1-ാമത്തെ 6-ാം വാക്യം. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കാതെ കാറ്റടിച്ച് അലയുന്ന കടത്തേക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഈ അസ്ഥിരനായിരിക്കുന്ന ഒരുവനായിരുന്നു ശൗൽ. തന്റെ വഴികളൊക്കെയും അസ്ഥിരനായിരുന്നു. വല്ലതും ലഭിക്കും കടത്തിലേക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകും. ഇരുമനസ് ദൈവം വെറുക്കുന്ന ഇരുമനസ് ദൈവം വെറുക്കും. ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസവിന്മാരുടെ പട്ടിക പഠിക്കുമ്പോൾ അവർ മരണമാണെങ്കിൽ മരണം, ജീവനാണെങ്കിൽ ജീവൻ, അതിനപ്പുറത്തൊന്നുമില്ല. ഒരൊറ്റ ചിന്ത, ഒരൊറ്റ മനസ്സ്. ഇരു മനസ്സോടെ പ്രാർത്ഥനയ്ക്കിരുന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. ഇതും പറയും എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഞാൻ ഒരു മനസ്സിലേക്ക് വരാത്തതുകൊണ്ടാണ്. രാത്രി കടത്തിലേക്ക് സമനായിട്ടുള്ള അവസ്ഥ മാറിയിട്ട്, കടത്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒതുങ്ങാത്തതാ, തീരാത്തതാ, എന്നും എപ്പോഴും ഇങ്ങനെ കലങ്ങി പറഞ്ഞുകൊണ്ടിരിക്കും. കടത്തിലേക്ക് സമന. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. എന്നാൽ അവരൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അലയുന്ന ജീവിതമായി മാറും. അലച്ച് അങ്ങനെ അലയുന്നതിന്റെ കാരണം ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഈ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും എന്റെ ദൈവം എന്ന് പറയുന്നവരെയാണ്
ദൈവം ഉപയോഗിക്കുന്നത്, ദൈവം മാനിക്കുന്നത്, ദൈവം അവരെയാണ് ആദരിക്കുന്നത്. നമ്മളല്ലോ ഒന്നുമില്ലെങ്കിലും വേണ്ട, ഞാൻ നിങ്ങളും എടുത്തിരിക്കുന്ന നാമമുണ്ടല്ലോ, ആ നാമം വിട്ട് ഒരു നാളും അന്യനാമം എടുക്കുവാൻ ഇടയാകരുത്, അന്യ വഴികൾ എടുക്കുവാൻ ഇടയാകരുത്, കുറുക്ക് വഴികൾ തേടുവാൻ ഇടയാകരുത്. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകും. സ്ഥിരതയില്ലാത്ത, വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്ത അവസ്ഥയിൽ നിന്ന് സ്ഥിരതയോട് നിന്ന് നോക്കിക്കേ, ഉറപ്പുള്ള പാറമേൽ നിന്ന് നോക്കിക്കേ. എന്നിൽ പറയുന്നത്, അവൻ എന്നെ എന്ത് ചെയ്തു? കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ എന്ത് ചെയ്തു? വലിച്ചെടുത്തു. എന്നെ അവൻ പാറമേൽ നിർത്തി. എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന് സ്തുതി. ആഴമുള്ള വഴിയിൽ നിന്ന് കൊഴിഞ്ഞ ചേറ്റുന്ന ഞാൻ അസ്ഥിര അവസ്ഥയെ കാണിക്കുന്നു. ചേറ്റിനകത്ത് ചവിട്ടി സാധിക്കില്ലെങ്കിൽ അതൊക്കെ കണ്ടത്തിൽ കൃഷി ചെയ്യുമ്പോൾ കണ്ടത്തിൽ ഇറങ്ങി അറിയാമായി. ചെടികളുടെ കണ്ടത്തിൽ ഇറങ്ങുമ്പോൾ അറിയാം ഈ എന്താണ് ഈ ചെടിയുടെ അവസ്ഥ എന്നുള്ളത്. ഒരു കാലം ചവിട്ടുമ്പോൾ മറ്റേ കണ്ടോ ഒരു സ്ഥിരതയില്ല, അസ്ഥിരതയാണ്. ചവിട്ടി കുഴയുന്നല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനെ കുഴഞ്ഞ ചെളിയിൽ നിന്ന്, ചേറ്റിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ അവിടെ കിടന്ന് അയ്യം വിളിച്ചവൻ, നിലവിളിച്ചവൻ, പാപത്തിന്റെ അസ്ഥിരതയിൽ നിന്ന് ദൈവത്തിന്റെ ബലമുള്ള കരം കൊണ്ട് നിലവിളി കേട്ട് നമ്മെ കർത്താവ് ഉയർത്തി നിർത്തിയിരിക്കുന്നത് ഒരു ഉറപ്പുള്ള പാറമേല ക്രിസ്തുവിൽ നിർത്തിയിരിക്കുന്നത്. രാത്രി ഞാൻ ആ പാറ കാണുകയാണ്. ഞാൻ നിങ്ങൾ നിൽക്കുന്ന പാറ ഒരിക്കലും നമ്മെ ചലിക്കുന്ന പാറയല്ല, വഴിവഴിപ്പുള്ളതല്ല, തെറ്റിപ്പോകാത്ത ഉറപ്പുള്ള പാറ. അതിനെ നിർത്തി കഴിയുമ്പോഴാണ്, അതിൽ നിന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പുതിയ പാട്ട് പാടുവാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ ദൈവമായ കർത്താവ് ചില ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ള ഒരു സ്ഥിതിയിലേക്ക്, ഏത് വിഷയം വരട്ടെ, എന്തും വരട്ടെ. ഞാൻ ആഗ്രഹിച്ചത്, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച വിഷയം ഞാൻ 20 മാസം പ്രാർത്ഥിക്കുന്ന കിട്ടിയില്ല, ഇന്നും കിട്ടിയില്ല. അന്നൊരു സ്തോത്രം പറഞ്ഞു, പ്രവൃത്തില്ല. 20 മാസം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്നും മറുപടി. അങ്ങനെ എത്രയോ മാസങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അതിനും സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സമയമുണ്ടെന്നേ, ദൈവം നടത്തും, ദൈവം നിശ്ചയമായിട്ട് നടത്തും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കരുത്. 20 മാസം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥിക്കട്ടില്ല, എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല. പ്രാർത്ഥിക്കണം. ദൈവത്തെ സമയത്ത് കിട്ടട്ടെ, കിട്ടിയാൽ നല്ലതാണ്. മറ്റൊന്നുള്ള ഒരു ചിട്ടിക്ക് വേണ്ടിയാ ഞാൻ പ്രാർത്ഥന കിട്ടിയാൽ വളരെ ലാഭത്തോടെ കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ കിട്ടിയില്ല, അതിനും സ്തോത്രം. ദൈവത്തെ അറിയാം എപ്പോഴും എനിക്ക് ആവശ്യമുണ്ടാകുന്ന ആ സമയത്ത് ദൈവം നടത്തിക്കൂടി. ഞാൻ പറഞ്ഞത്, നമ്മൾ അതുകൊണ്ടല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നടന്നത് കൊണ്ടല്ല സ്തോത്രം ചെയ്യേണ്ടത്. അത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മൾ സ്തോത്രം ചെയ്യണം. ചെയ്യേണ്ടതല്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ നിത്യജീവൻ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മറന്നു പോകരുത്. ബാക്കിയുള്ളതൊക്കെ താൽക്കാലികമാണ്, ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമാണ്. നമുക്ക് പലപ്പോഴും പല ആഗ്രഹങ്ങൾ കാണും, നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വീടില്ലാത്തവർ ഞാൻ പറയും വീട് വാങ്ങിക്കണമെന്ന് ഞാൻ പറയും. ഞാൻ ഒരിക്കലും ഇല്ലാതെ രീതി പഠിപ്പിക്കത്തില്ല, വേണമെന്ന് ഞാൻ പഠിപ്പിക്കും. ഏതെല്ലാം നിലവാരത്തിൽ നല്ല രീതി ജീവിക്കാം, ആ രീതി ജീവിക്കണം. ദൈവം നൽകും. പക്ഷേ അത്യാഗ്രഹത്തോടെ ആകാൻ പാടില്ല. ദൈവം നൽകും. ഇവിടെ ആവശ്യങ്ങളുടെ സ്തോത്രത്തെ അറിയിച്ചാൽ ദൈവം നൽകും. നമ്മുടെ ആവശ്യം ദൈവം സമയത്ത് നൽകും. നമുക്ക് അസൂയോ അത്യാഗ്രഹമൊന്നുമില്ല, അതിന് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം നൽകും. ഇവിടെ ഇങ്ങനെ ഈ വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യനെ ദൈവം വെറുക്കുന്നു എന്ന് 110 മാസം പറഞ്ഞിട്ട് അവർ വഴികളൊക്കെ അസ്ഥിരനാണ്. ഈ അസ്ഥിരനായിരിക്കുന്ന ശൗൽ അവരുടെ ജീവിതത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അസ്ഥിരനായിരുന്നു. ചിലപ്പോൾ അവൻ ഭയങ്കര ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും, കുറച്ച് കഴിയുമ്പോൾ ദൈവം പറഞ്ഞ നേരെ വീഴുതമാട്ടിക്കും. അങ്ങനെ ഇരുമനസ്സുള്ളവനായിരുന്നു ശൗൽ. ശൗല് ദൈവത്തിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ അവൻ നേരെ വിചാരിച്ചത്, ഞാൻ
നീക്കിക്കളഞ്ഞ വെളിച്ചപ്പാടത്യമാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് കാര്യം അറിയാം എന്ന് വിചാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റൊരു മാർഗം തേടരുത്. മറ്റൊരു മാർഗം നമുക്കില്ല. ഏകസത്യമാർഗമായിരിക്കുന്ന ക്രിസ്തു അല്ലാതെ വേറൊരു മാർഗമില്ല. അതുകൊണ്ട് പറഞ്ഞ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമത്തിൽ വേറൊരു മാർഗമില്ല. ഒരേ ഒരു മാർഗം, രക്ഷയുടെ മാർഗം യേശു മാത്രമാണ്. ആ ഒരു വിശ്വാസം, യഹോവയാം ദൈവത്തിൽ ശൗല് അവൻ അസ്ഥിരനായിരുന്നു. അവന്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടു പ്രാർത്ഥനയ്ക്ക് മറുപടി അവൻ അത് പോകാതിരുന്നിരുന്നെങ്കിൽ, അവനവിടെ കുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഈ ഫെലിസ്ത്യരുടെ പാളയത്തെ കണ്ടാൻ ഭയപ്പെട്ടിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവന് മറുപടി കിട്ടാതിരുന്നപ്പോൾ അവൻ വെളിച്ചപ്പാടത്തെ അന്വേഷിച്ചു പോകാതെ അവനും അവന്റെ കുടുംബവും എല്ലാവരും കൂടി ഒരുമിച്ച് നിലവിളിയും കരച്ചിലോടുകൂടി ദൈവസ്ഥലിൽ ഉപവാസത്തോടെ അടുത്ത് വന്നിരുന്നെങ്കിൽ, രപ്പെടുത്ത് വന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ എത്ര രാജാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൻ കുറുക്ക് വഴി കണ്ടുപിടിച്ചു. വിചാരിച്ചു ഇനി ദൈവം കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഒരിക്കൽ തീഷ്ണതയോടെ നീക്കിക്കളഞ്ഞ വെളിച്ചപ്പാടത്തിമാരുണ്ടല്ലോ അവിടെ സംസാരിക്കുന്നതാ. സംസാരിക്കും കേട്ടോ, ദൂതൊക്കെ കിട്ടും, കാര്യങ്ങളൊക്കെ അറിയാം, മനസ്സിലാക്കി തരികയും ചെയ്യും. യഥാർത്ഥത്തിലുള്ള പ്രവാചകൻ സംസാരിക്കുന്നതിനേക്കാൾ വേണമെങ്കിൽ ഒരു 100% കൃത്യതയോട് സംസാരിക്കുകയും ചെയ്യും. യഥാർത്ഥ പ്രവാചകന്മാർ അങ്ങനെ അച്ചും പുള്ളി നേരത്തെ ഒന്നും പ്രവചിക്കത്തില്ല. അവർക്ക് അങ്ങനെ പ്രവചിക്കാൻ കിട്ടത്തുമില്ല. പക്ഷെ എന്നാൽ ഈ അച്ചും പുള്ളിയൊക്കെ നിരത്തി കൃത്യമായിട്ടൊക്കെ പ്രവചിച്ച് കിട്ടുന്ന രീതിയാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളതാണ് ഇനി അടുത്ത സംശയം ഉണ്ടാകുന്നത്. വായിച്ചു കഴിയുമ്പോൾ പിറകു സംശയമുള്ള ഭാഗം. അപ്പോൾ വിചാരിച്ചു എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിക്കുകയും ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട് എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തെ ഉണ്ട് എന്ന് പറഞ്ഞു. അവർക്കറിയാം ഒരു കൂട്ടത്തിരിക്കുന്ന കൂട്ടാളികൾക്ക് ഈ ശൗൽ യഹോവയുടെ അഭിഷക്തനായിരുന്നെങ്കിൽ അവനിവരെ കൊന്നുകളഞ്ഞതൊക്കെ സമയത്ത് ഇവർക്കറിയാമായിരുന്നു. എന്നാൽ കൊല്ലപ്പെടാതിരിക്കുന്ന വെളിച്ചപ്പാടത്തിമാർ എവിടെയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ഈ ശൗലിന്റെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് അറിയാം. അപ്പം അവര് പറഞ്ഞു ഇന്നിടത്തുണ്ട് എന്ന് പറഞ്ഞു. ഇവനാദ്യം ഇവനെ രാജാവായി വാഴിക്കുന്നതിന് മുമ്പായിട്ട് ഇവൻ ശൗലിന്റെ അടുത്താണ് ഒരു ബാല്യക്കാരൻ ഒരു കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ് അവനെ കൊണ്ടുപോയത്. അന്ന് അവനെ നയിച്ചത് ശമൂലിന്റെ അടുത്തേക്കായിരുന്നു. അതിന്റെ അവസാനം അവന്റെ ആരംഭത്തിൽ അവൻ നയിക്കപ്പെട്ടത് ശമൂവേൽ എന്ന വിശ്വസ്ത പ്രവാചകന്റെ അടുത്തേക്കായിരുന്നു. അവൻ അപ്പന്റെ കഴുതകളെ തേടി വന്നു കഴിഞ്ഞപ്പോൾ കഴുതയെ കിട്ടി. പക്ഷേ അവർക്ക് വഴിതെറ്റി അവസാനം വഴി ചോദിച്ച് ചെന്ന് ഇവനെ എത്തിച്ചത് പ്രവാചകന്റെ അടുത്ത. പ്രവാചകൻ വഴി പറഞ്ഞു കൊടുത്തവൻ രാജാവായി അഭിഷിക്തനായി. പക്ഷെ അവന്റെ രാജ്യത്വം തീരുമ്പോൾ അവസാനിക്കുന്ന സമയത്തേക്ക് വരുമ്പോൾ ഇവൻ വഴിതെറ്റി പോകുന്നത്, ഇവൻ എത്തിച്ചേരുന്നത് വിശ്വസ്ത പ്രവാചകനായിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകന്മാരിലേക്കല്ല. അവൻ എത്തിച്ചേർന്നത് വെളിച്ചപ്പാടത്തിയുടെ ലക്ഷണം കേൾക്കാൻ വേണ്ടിയാണ് പോയത്. ആരംഭം ഇട്ടത് നല്ലതായിരുന്നു, തുടക്കം നല്ലതായിരുന്നു. രാജാവായി വാഴിക്കുവാൻ വേണ്ടി ദൈവനെ കൊണ്ടുവന്ന വഴി നല്ലതായിരുന്നു. പ്രവാചകന്റെ ശബ്ദം കേട്ട അവൻ പ്രവചിച്ചത്, അത്ഭുതങ്ങൾ ചെയ്തത്, വലിയ കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവന്റെ രാജ്യത്വം അവസാനിക്കുമ്പോൾ ദൈവം അവനെ നീക്കിക്കളയാൻ പ്ലാൻ ചെയ്തപ്പോൾ അവൻ ദൈവത്തിൽ അവിശ്വാസമുള്ളവനായി തീർന്നു. അവൻ എന്ത് ചെയ്തു? അവൻ ഒരിക്കലും ചെയ്യാത്ത കാര്യം ചെയ്തു. അവൻ തന്നെയല്ലേ കൊന്നു കളഞ്ഞത്, അവൻ തന്നെയല്ലേ പറഞ്ഞത് തെറ്റാണെന്ന്. എന്നിട്ട് തെറ്റാണെന്ന് പറഞ്ഞത് പിന്നെ അവൻ തന്നെ ആവർത്തിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ഇതിനേക്കാൾ വലിയ അസ്ഥിരതയുണ്ട്. ചിലർക്കൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് തോന്നിയിട്ട് ചെയ്തതിനു ശേഷമേ അതിന് പോയി കൂട്ടുന്നു. ഒരു കാര്യം ഉദാഹരണം പറയട്ടെ, നമ്മളൊക്കെ സ്നാനപ്പെട്ടത് ഈ ശിശുസ്നാനത്തെ തെറ്റാണെന്ന് അറിഞ്ഞ് സ്നാനപ്പെട്ടവരാണ്. യഥാർത്ഥമായ വിശ്വാസസ്നാനമാണ് എന്ന് മനസ്സിലായി. പിന്നീട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവര് നമ്മളെ പിണങ്ങാതിരിക്കാൻ വേണ്ടി നീ അതിന് കൂടുതൽ പോയി
നിന്ന് കഴിഞ്ഞാൽ നീ അസ്ഥിരന വിട്ടുകളഞ്ഞതല്ലേ? ഈ ശൗലല്ലേ ഈ തെറ്റാണെന്ന് കൊന്നാണ് ഉത്തരമായി 17 അടക്കുക. നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ഒരിക്കലും എടുത്തു വെക്കരുത് ഓട്ടോ. വിശ്വാസത്തിൽ തനിമ കാണിക്കണം. ഒരുപക്ഷെ എല്ലാവരും അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ അതേക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആ വിശ്വാസ തനിമ കാത്തു സൂക്ഷിക്കണം. തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച കാര്യം വീണ്ടും നാം അത് ആവർത്തിക്കുവാൻ കൂട്ടു നിൽക്കാൻ പാടില്ല. ഇവിടെ ശൗലിന്റെ ജീവിതത്തിൽ അവൻ തെറ്റാണെന്ന് പറഞ്ഞ് അവൻ നിഗ്രഹിച്ചു കളഞ്ഞ, അവൻ എടുത്തിയാടി ചെയ്ത വിഷയങ്ങളെല്ലാം അവൻ പിന്നീട് അവന് ആവശ്യം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? അതവൻ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് സമയം ഒരുപാട് പോകുന്നുണ്ട്, ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, വിഷയം എങ്ങും ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇവൻ ഞാൻ വേഗത്തിൽ പോവാം, നമുക്കറിയാവുന്ന വേഗത്തിൽ പോവാം. പക്ഷെ ഇതിനകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവൻ ഇവിടെ വന്ന് വേഷം മാറി ചെന്നിട്ട് അവള് പറയുകയാണ്, വെളിച്ചപ്പാടമായ മന്ത്രവാദികളെ ദേശത്ത് നിന്ന് ഛേദിച്ചു കളഞ്ഞതിന് നീ അറിയുന്നുവല്ലോ. സ്ത്രീകളോട് പറയുക, ശൗൽ ചെയ്തിട്ടുള്ളത് എന്റെ 9-ാം വാക്യം, അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളും ദേശത്ത് നിന്ന് ഛേദിച്ചു കളഞ്ഞതിന് നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എന്റെ ജീവന് കെണിവെക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അപ്പൊ ഇവക്ക് അറിയത്തില്ല ഇവൻ ശൗലാണെന്നുള്ളത്. അത് പറയുക, ശൗല് ചെയ്യുന്നൊക്കെ നിനക്ക് അറിയത്തില്ലേ, ഇനി വളരെ കൊന്നു കളയുന്നവനാണ്, അതുകൊണ്ട് അതവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കെണിയായി തീരുമെന്നാണ് അവതരിക്കുന്നത്. യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്കൊരു ദോഷവും ഭവിക്കില്ല എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു. ഈ അഭിഷേകം നഷ്ടപ്പെട്ടാൽ സത്യമൊക്കെ ചെയ്യും. യഹോവയുടെ നാമത്തിലാണ് സത്യം ചെയ്തു. ഞാൻ ആരെ വരുത്തി തരേണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണമെന്ന് അവൻ പറഞ്ഞു. ഇവർക്ക് മരിച്ചുപോയ ആൾക്കാരെ വരുത്തി കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്നാണ്. അങ്ങനെയുള്ള കഴിവൊക്കെ ഉള്ളവരുണ്ടോ? ഇപ്പോഴും ഉണ്ട്. പക്ഷെ മരിച്ചുപോയ ഒറ്റ ആത്മാവിനെ പോലും കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്നാൽ മരിച്ചുപോയവരോട് എന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റും, അതിന് സാധിക്കും. ഇവിടെ സംശയമുണ്ടാകും. ഇവിടെ മരിച്ചുപോയ ഒരൊറ്റ ആത്മാവ് പോലും പറയുന്നത് സഭാപ്രസംഗം പറയുന്നത് സകല മനുഷ്യനും മരണശേഷം ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു പറയുന്നത്. ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നതിന്റെ അർത്ഥം എല്ലാവരും രക്ഷപ്പെട്ടെന്നല്ല, ദൈവത്തിന്റെ കസ്റ്റഡിയിലാകുന്നതാണ് അതിന്റെ അർത്ഥം. ഇനി മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് വാക്യമെടുത്ത് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു, അതുകൊണ്ട് ആരും ദൈവത്തിന് അകന്നു പോകുന്നില്ല എന്ന് പഠിപ്പിക്കരുത്. അതല്ല എന്റെ അർത്ഥം. ദുഷ്ടൻ മരിച്ചാലും നീതിമാൻ മരിച്ചാലും അവന്റെ ആത്മാവ് ദൈവത്തിന്റെ കസ്റ്റഡിയിലാണ്, ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. അത് വെച്ചിരിക്കുന്ന നിലനിൽക്കുന്ന മാനകഴുത്ത്. അതുകൊണ്ട് അബ്രഹാം വിഷയത്തോട് ബന്ധം അബ്രഹാം പറഞ്ഞു, അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ആർക്കും വരാൻ കഴിയത്തില്ല. പിന്നെ ഈ മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം കൊണ്ടുവന്ന ദൈവവും യേശുക്രിസ്തുവും ശിഷ്യന്മാരും പഴയ പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാത്താൻ ഒരിക്കലും മരിച്ചുപോയ ഒരു വ്യക്തിയെ ആത്മാനം മടക്കിക്കൊണ്ടെന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ മികവിൽ എഴുന്നേൽപ്പിച്ച് നടത്താം, അത് മനുഷ്യന്റെ ആത്മാവിലായിരിക്കുകയില്ല എന്നുള്ളതും ഞാൻ ഓർമ്മിക്കും. രാത്രി പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും മരിച്ചുപോയ ശമൂവേൽ ഇങ്ങ് വന്ന് സംസാരിച്ചല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ അല്ല എന്നുള്ളത് നമ്മുടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വചനത്തിന്റെ സത്യം മനസ്സിലാകുന്നു. ഇവനെ കണ്ടപ്പോ ഉച്ചത്തിന്റെ വിളിച്ചു ശൗലിനോട്, നീ എന്നെ ചതിച്ചു, എന്ത് നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ ശമൂവേൽ പ്രതിഷ്ഠപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ശൗലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സംശയം, ഇപ്പൊ ഈ മരിച്ചുപോയ ശമൂവേൽ അതിന്റെ 23-ാം വാക്യത്തിൽ വന്ന്, എന്നാൽ ശമൂവേൽ മരിച്ചു പോയിരുന്നു. 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് ശമൂവേൽ മരിച്ചു. അപ്പൊ ശമൂവേൽ മരിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ശമൂവേൽ മരിച്ചു പോയിരുന്നെങ്കിൽ ശമൂവേലിന്റെ ആത്മാവിനെ മടക്കിക്കൊണ്ടുവരുവാൻ ഈ വെളിച്ചപ്പാടത്തിൽ കഴിഞ്ഞു എന്നുള്ള സംശയം ഉണ്ടാകും. ഒരിക്കലും മനുഷ്യ ആത്മാക്കളെ മടക്കിക്കൊണ്ടുവരാൻ കഴിയത്തില്ല. എന്നാൽ
മരിച്ചവരോടെന്ന പോലെ സംസാരിക്കുവാൻ കഴിയും. അത് എന്താണെന്ന് ഞാൻ പറയാം. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് അറിയാവുന്ന അന്ധകാരത്തിന്റെ പൈശാചിക ശക്തികളുണ്ട്. ദുഷ്ടദൂതന്മാർക്ക് അറിയാം, ഭൂതാത്മാക്കൾക്കറിയാം. ഈ ഭൂതാത്മാക്കൾ വ്യാപരിക്കുന്ന വ്യക്തികൾക്ക് അവർ മരിക്കുന്ന സമയത്ത് ആ ഭൂതാത്മാക്കൾ ഇവിടുന്ന് മരിച്ചു പോകുന്നില്ല, അതിവിടെ ഉണ്ട്. ഇവരെ കൊണ്ടു നടന്ന ആത്മാവ്, അത് കൊണ്ടു നടന്ന ദുരാത്മാവ് ഭൂമിയിൽ കാണും. അതുകൊണ്ടാണ് പഴയ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ ഞാൻ പറയാം, മരിച്ചുപോയ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ആത്മാക്കളോ മടങ്ങി വരത്തില്ല. പക്ഷെ എന്നാൽ അവരെ കൊണ്ടാണല്ല, അവരെ അറിയാവുന്ന ദുരാത്മാക്കൾ, അതിനെ ആവഹിച്ച് സംസാരിക്കാൻ പറ്റുന്നവരാണ് ഇങ്ങനെയുള്ള മരിച്ചവരുടെ രീതിയിൽ സംസാരിക്കുന്നത്. ഒരിക്കലും അവരുടെ ആത്മാക്കളല്ല. അവരെ കൊണ്ടു നടന്ന, അവരെ പരിചയമുള്ള, അവരെ അറിയാവുന്ന ദുരാത്മാക്കളാണ് ഈ പറയുന്നത്. ഇപ്പം പൗലോസിനെ കുറിച്ച് പറഞ്ഞല്ലോ, ദുരാത്മാവ് ബാധിച്ച സ്ത്രീ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. നീ ആരാന്ന് ചോദിച്ചു, കഫായുടെ മക്കളോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. നമ്മളെല്ലാവരെയും കുറിച്ച് അറിയാം, നമ്മൾ ആരാണെന്നുള്ളത്. നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നത് ഈ മണ്ഡലത്തിനറിയാം, ദുരാത്മാക്കളുടെ മണ്ഡലത്തിനറിയാം. പൗലോസിനെ അറിയാമെന്നാ പറഞ്ഞത്. പൗലോസാണെന്ന് എനിക്കറിയാം, പൗലോസിനെ അറിയാം. ഇത് ഒരാളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം. ഒരു പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ വ്യക്തികളെ കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ എന്ന് പറയും, ഇനി വരാൻ പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടിയാണ് ഈ ദുരാത്മാക്കളെ വിളിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. താമസം വരും, മൊബൈൽ ഫോണൊന്നും വേണ്ടി വരത്തില്ല. പല രീതിയിലുള്ള ഈ സിസ്റ്റം വരാൻ പോകുക എന്ന് പറഞ്ഞാൽ ഏത് ന്യൂസും ഏത് രാജ്യത്തിന് എവിടുന്നും അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വഴി. ഇപ്പൊ എന്തോ നടക്കാമെന്ന് ചോദിച്ചാൽ ഇത് ഈ സിംഗർ പൊട്ടിപ്പോകും. കാരണം ഇത് കണക്ട് ചെയ്ത് വരുമ്പോൾ ഒരാളൊരു സ്തോത്രം പറഞ്ഞാൽ മതി, തകർന്നു പോകും. അതുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകാത്തത്. ഇപ്പം പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം, യേശുവിന് സ്തോത്രം എന്ന് പറയുമ്പോൾ ശത്രു വിരിക്കുന്ന ആ ചങ്ങല പൊട്ടിപ്പോകും. പകരയാളുടെ ഈ കെട്ടുകാലി വൈകിട്ട് മുഴുവനും എന്ത് ചെയ്യും, ഒരുപാട് ചലന്തി പോലെ നെയ്ത് കൂട്ടിവെക്കും. പക്ഷെ ഒരു അവസാനം രാത്രിയെല്ലാം ചെയ്ത ശേഷം ഒരു ചൂടെടുത്ത് അടി കഴിയുമ്പോൾ അത് മുഴുത്തു തോന്നും. അതിന്റെ പ്രയത്നം മുഴുവൻ തീർന്നത് പോലെ ഇപ്പോൾ അത് പ്രസക്തമാകത്തിന്റെ കാരണം ദൈവത്തിന്റെ നാമത്തിലുള്ള ആരാധന രാത്രി എന്ന പകലെന്ന ഒരു ഭാഗം ലോകം ഉറങ്ങുമ്പോൾ മറുഭാഗത്ത് എഴുന്നേൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യേശുവിന്റെ നാമത്തിലുള്ള സത്യാരാധന ഉള്ളതുകൊണ്ട് ഈ ശക്തിക്ക് വ്യാപരിക്കാൻ കഴിയത്തതിന് ബ്രേക്കായി പോകുന്നതുകൊണ്ടാണ് ഈ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇവിടെ ആകാത്തത്. എന്നാൽ ഒരു കാലം വരാൻ പോകുന്നു, വിശ്വാസത്യാഗമുള്ള സമയം വരാൻ പോകുമ്പോൾ ക്രിസ്തുവിന്റെ മരണ സമയത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദുരാത്മാക്കളുടെ ശൃംഖലകൾ തീർക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കും. അതായിരിക്കും അന്നുണ്ടായിരിക്കുന്നത്, പ്രബലപ്പെടാൻ പോകുന്നത്. കാരണം തുലവുമായിരിക്കും വിശ്വാസമുള്ളവർ. ആ വിശ്വാസം ഭൂമിയിൽ കണ്ടെത്താത്തൊരു കാലഘട്ടം വരും. ഇന്നും സാധിക്കത്തിന്റെ കാരണം എവിടെ ആയാലും എപ്പോഴെങ്കിലും സ്തോത്രം പറയാത്തൊരു വ്യക്തിയിൽ രാത്രി എഴുന്നേൽക്കുമ്പോഴും ഒരു സ്തോത്രമെങ്കിലും പറയുന്നവന്റെ ഒച്ച കേൾക്കുമ്പോൾ അവിടെ രാത്രിയിൽ വെച്ചുകൊടുത്തോണ്ടാണ് ഇടയ്ക്ക് സ്തോത്രം പഠനം പറയുന്നത്. രാത്രി ഒരുപക്ഷെ നമുക്കെതിരെയുള്ള ദുഷ്ടന്റെ പോലെല്ലാം നെയ്ത് കൂട്ടി ചെലുത്തി വല പോലെ വെച്ചിരിക്കുന്ന ചില ചിന്തകൾ ഈ രാത്രി എഴുന്നേറ്റ് സ്തോത്രം പറയുമ്പോൾ തകർന്നു പോകുമെന്നോ എന്തിനാ ഭയപ്പെടുന്നത്? ദുഷ്ടൻ കൂടുകൂട്ടി അവൻ വലവിരിച്ച് പലത് വെക്കുമ്പോൾ രാത്രി എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ഒരു ഉറക്കെ ഒരു സ്തോത്രം പറയുമ്പോൾ, യേശുവേ അങ്ങേക്ക് സ്തോത്രം മഹത്വമെന്ന് പറയുമ്പോൾ നിനക്കെതിരെ പ്ലാൻ ചെയ്തിരിക്കുന്ന സകല കെണികളും വലകളും അതെന്ത് ചെയ്യും? അത് ഇല്ലാതായിത്തീരും. അതാണ് ഒരു സ്തോത്രത്തിന്റെ വില. അതാണ് ഒരു ജീവന്റെ ആത്മാവിന്റെ വില, ഒരു സ്തോത്രത്തിന്റെ വില. നേരെ കൊടുക്കുന്നവർ സംസാരിച്ചാലും ദൈവാത്മാ തരുന്നതിന് കൊടുക്കുന്ന സംസാരിക്കാൻ താല്പര്യപ്പെടുക. വെറുതെയല്ല സ്തോത്രം പറയുന്നത്. നമ്മളൊക്കെ എഴുന്നേറ്റ് നമ്മൾ അമ്മയെന്നൊന്നുമല്ല വിളിക്കുന്നത് എന്റെ യേശു എന്ന കർത്താവ് എന്ന. ഞാൻ പറഞ്ഞല്ലോ, രാത്രിക്കെതിരെ പോലെ കൂട്ടിവെക്കുന്ന ഒരുപാട് നെയ്ത് വെക്കുന്ന ശത്രുവിന്റെ പല പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്. പക്ഷെ എന്നാൽ ഈ ഒന്നും അറിയാത്ത ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം മുട്ടുമടക്കി, ദൈവമേ എനിക്ക് സ്തോത്രം നീ മുട്ടുമടക്കുമ്പോൾ തന്നെ ഇത് മുഴുവൻ തേർന്നടിഞ്ഞു പോകും. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് ഭക്തന്റെ വിജയം, ഇതാണ് നമ്മുടെ വിജയം, അതാണ് സ്തോത്രത്തിന്റെ വില. അതാണ് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ ശത്രു മെനഞ്ഞു വെച്ചിരിക്കുന്ന
അതിനകത്ത് അൽബേനിയയ്ക്ക് വേണ്ടിയും അർമേനിയയ്ക്ക് വേണ്ടിയും മറ്റു രാജ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, കേട്ടിട്ടില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അറിയാമോ, ശത്രു അവിടെ മെനഞ്ഞു വെച്ചിരിക്കുന്ന നിരവധി അവന്റെ പാശങ്ങളുണ്ട്, അവന്റെ വലകളുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ആ രാജ്യത്തെ വേണ്ടി സ്തോത്രം ചെയ്യുമ്പോൾ അവൻ കണക്കൂട്ടി വെച്ചിരിക്കുന്നത് തകർന്നു പോകും. ഒന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യുവാൻ കടങ്ങൾ വെച്ച് സ്തോത്രം ചെയ്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത പദ്ധതികൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി നാം ഒന്നിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ പദ്ധതികളെല്ലാവരുടെയും അത് ചിലന്തിവല്ല ഇല്ലാതായിത്തീരുന്ന പോലെ ഇല്ലാതായി പൊട്ടിപ്പോകുവാനിടയാത്തരും ദൈവപ്രവൃത്തി. ഇങ്ങനെ ഈ ദുഷ്ട ആത്മാക്കൾ, ദുരാത്മാക്കൾ ഈ മനുഷ്യരിൽ നിന്ന് വേറൊരു മനുഷ്യരിലേക്ക് കുടിയേറാൻ താല്പര്യപ്പെടുന്നു. അതാണ് ഭൂതങ്ങളെ പുറത്താക്കി കഴിയുമ്പോൾ ഭൂതം പറഞ്ഞത് എന്നെ പാതാളത്തിലേക്ക് പറഞ്ഞു വിടുന്നത്, പന്നിയുടെ മേൽ കഥാവ് കരുകളാൻ പറഞ്ഞു, നിനക്ക് പറ്റിയതാണ് അത് കരുകളാൻ പറഞ്ഞു. ഇങ്ങനെ മനുഷ്യനാണ് അവൻ ആശ്രയം, മനുഷ്യനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം ഒരിക്കലും മനുഷ്യലേക്ക് ഇറക്കി വിട്ടില്ല. ഒരു മരിച്ചു കഴിയുമ്പോൾ ആ ദുരാത്മാവ് വിട്ടുപോയി അത് ആ ദേശത്തോടെ വ്യാപരിക്കുന്ന. ഒരിക്കലും മനുഷ്യന്റെ ആത്മാവ് കൂടാതെ സഞ്ചരിക്കത്തില്ല കേട്ടോ, മനുഷ്യന്റെ ആത്മാവ് കാണത്തില്ല. എന്നാൽ അവര് വ്യാപരിച്ച ദുരാത്മാവ് ആ ദേശത്ത് വ്യാപരിക്കും. അത് ഭയാനകമായ വിഷയങ്ങൾ ഉണ്ടാക്കും, അത് വേണമെങ്കിൽ പേടിപ്പെടുത്തും, ഭീതിപ്പെടുത്തുകയൊക്കെ ചെയ്യും. പക്ഷെ പേടിക്കണ്ട, യേശുവിന്റെ നാമത്തിൽ ഞാനും നിങ്ങളും മുട്ടുമടക്കുമ്പോൾ എന്നെ നിങ്ങളെയും അത് ബാധിക്കത്തില്ല, ഒരു ബാധ്യം അടുത്ത് വരത്തില്ല. രാത്രിയുള്ള ഭയവും പേടിയൊക്കെ മാറിപ്പോകട്ടെ. ഒരു ഭൂതവും നമ്മുടെ മേൽ വരാൻ ഒരു ബാധയും വരത്തില്ല. കാരണം നമ്മെ ദൈവം ശുദ്ധീകരിച്ച് രക്തത്തിന് ശക്തിയുള്ളത് എല്ലാവരും ഭയമുള്ള പേടിയുള്ള എല്ലാ വർഷവും ഇങ്ങനെയുള്ളതായ പല വിഷയങ്ങൾ കാണും. അതിനൊക്കെ അതിജീവിക്കാൻ ആവശ്യമായിരിക്കുന്നത് നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. എന്റെ ദൈവം അറിയാതെ എന്റെ തലേന്നൊരു മുടി പോലും താഴെ വീഴത്തില്ല, ഒരു പാരമ്പര്യ ശക്തിക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം ഞാൻ സ്തോത്രം അർപ്പിക്കുന്ന ദൈവത്തിന്റെ അഗ്നി കത്തുന്ന ഒരു മനുഷ്യന്റെ മേൽ സാധാരണ അടുത്ത് വരിക. പിന്നെ എന്തെങ്കിലും രോഗമോ ദൈവം അനുവദിച്ചു വരുന്ന പരീക്ഷകൾ മാത്രം സംബന്ധിക്കണം. ഞാൻ പറഞ്ഞുള്ളൂ, ദൈവം അനുവദിച്ചു വരുന്ന വിഷയമായിട്ട് അത് ഒരിക്കലും ഭൂതാത്മാക്കളോ എന്നുള്ള വിഷയമായിരിക്കില്ല. ഒരിക്കലും ദൈവമക്കളിൽ ഭൂതബാധ പ്രവേശിക്കത്തില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ശുശ്രൂഷ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവികമല്ല കേട്ടോ. ആരുടെയെങ്കിലും ബോധത്തെ മറ്റൊരാളുടെ ദേഹത്ത് കയറ്റിയിട്ട് അവരിലൂടെ മറ്റൊരാൾ അങ്ങനെയുള്ള ശുശ്രൂഷ ദൈവാത്മാവ് എപ്പോഴും ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുള്ള ശുശ്രൂഷ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ശുശ്രൂഷകളൊന്നും വചനപ്രകാരമുള്ളതല്ല. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ഈ ഭൂതാത്മാവല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഈ 2 കൊരിന്ത്യർ 13-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ശമൂവേൽ പ്രത്യക്ഷപ്പെട്ടില്ല, എന്നാൽ ശമൂവേലിന്റെ വേഷം ധരിച്ച് ഒരു ദുഷ്ടദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതാണ് 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 13-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 11-ാം അധ്യായം അതിന്റെ 13-15 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. എന്റെ 14-ാം വാക്യം അനാശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. അപ്പം ഈ വെളിച്ചദൂതൻ ദൈവത്തിന്റെ ദൂതനാ. എന്നാൽ ഇരുളിന്റെ സാത്താൻ വെളിച്ചദൂതന്റെ വേഷം കെട്ടും. വേഷത്തിൽ വരുന്നവരുണ്ട്. ഈ വെളിച്ചദൂതന്റെ വേഷം സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നവർ. അപ്പോൾ ഇവിടെ ഈ ഒരു ദുഷ്ടദൂതൻ ഈ ശമൂവേലിനെ നന്നായി അറിയാവുന്ന രീതിയിൽ ഒരു ദുഷ്ടദൂതൻ ഒരു വേഷം മാറി വെളിച്ചം കെട്ടി ശമൂവേലായി വന്നു. അല്ലാതെ ശമൂവേലിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ശമൂവേൽ എന്നുള്ള ഭക്തന്റെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലാണ്. അതൊരു നാളും ഒരു വെളിച്ചപ്പാടത്തി വിളിക്കുമ്പോൾ വരുന്നതല്ല. എന്നാൽ ഈ വെളിച്ചപ്പാടത്തി കൊണ്ടുവരുന്നത് ആരുടെയെങ്കിലും വേഷത്തിൽ കെട്ടിക്കൊണ്ടുവരാൻ പറ്റുന്ന ദുഷ്ടദൂതന്മാരെ അവിടെ കയ്യിലുണ്ട്. അതിനനുസരിച്ച് ഇവിടെ കൊണ്ടുവരും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പറഞ്ഞത്.
ശമൂവേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയല്ലേ, അതെങ്ങനെയാ പറഞ്ഞതെന്നുള്ള ചോദ്യം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒളിച്ചിരുന്ന് കേൾക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. ശൗലിനോട് പറഞ്ഞപ്പോൾ ശൗൽ അതെല്ലാം അനുസരിക്കാതെ മാറിപ്പോയപ്പോൾ സാത്താന് മനസ്സിലായി ഇവൻ വീഴാൻ പോവുകയാണ്. അവൻ അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളത് മനസ്സിലായപ്പോൾ ഇവൻ പെട്ടുപോകും, മരിച്ചു പോകും, പറയിൽപ്പെട്ടു പോകുമെന്നുള്ളത് സാത്താൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അതുപോലെ തന്നെ സംസാരിച്ചത്. കൃത്യമായി ശമൂവേൽ സംസാരിച്ച പോലെ തന്നെ ഇവിടെ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചത് കാരണം ഈ ദൈവം പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവൻ മനസ്സിലാക്കിയില്ലെങ്കിലും സാത്താൻ മനസ്സിലായി ഇവൻ പട്ടുപോകാൻ പോവുകയാണുള്ളത്. അതുകൊണ്ടാണ് നാളെ സമയത്ത് നീ എന്നോട് ചേരുമെന്നുള്ളത് സത്യം. ദൈവനെ കൈവിട്ടെന്ന് മനസ്സിലായി. ഈ കൂടിയിരിക്കുന്ന യുദ്ധത്തോടു കൂടി ഇവൻ തീരുവന്റെ കുടുംബം തീരുമെന്നുള്ളത് ഈ സാത്താൻ അറിയാമായതുകൊണ്ടാണ് വെളിച്ചദൂതന്റെ വേഷത്തിൽ വന്ന അഥവാ ശമൂവേലിന്റെ വേഷത്തിൽ വന്ന ദൂതൻ കൃത്യമായിട്ടുള്ള കാര്യം പറയും. കാരണം ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുന്നമേ അറിയിച്ചിരുന്നത് അവന് മനസ്സിലായി. ഇവൻ നിരാകരിച്ചു കളഞ്ഞെങ്കിലും തെറ്റിക്കാൻ അവൻ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മെ കുറിച്ച് പറയുന്ന വാക്തത്വങ്ങൾ, നമ്മളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഒളിച്ചിരുന്ന് കേൾക്കുന്ന ദുരാത്മാക്കളുണ്ട്, പൈശാശക്തികളുണ്ട്. അതിന് മനസ്സിലാകുന്നത് എന്താണെന്നുള്ളത് അതാണ് തടയിടുന്നത്, തടസ്സം കൊടുക്കും. അതാണ് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളൊന്നും പറയാത്തതിന്റെ കാരണം. മനസ്സിലായല്ലോ? പ്ലീറ്റെന്ന് വേണ്ടി ഇങ്ങനെ ഈ മുഴുവൻ പിടിച്ചെടുത്ത് ശൗൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അത് പ്രവചനമായിട്ട് പറഞ്ഞതിന് കാരണം സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം സാധാരണ അറിയാമായിരുന്നു. അതാണ് അവന്റെ ദൂതൻ വന്ന ശമൂവേലായിട്ട് വന്നവൻ അത് കൃത്യമായി പറഞ്ഞു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 19 വാക്യം, യഹോവ നിന്നെയും ഇസ്രായേലിനെയും ബലസ്സയുടെ കയ്യിലേക്കും നാളെ നീ നിന്റെ പുത്രന്മാർ എന്നോട് കൂടെ ആകും. ഇസ്രായേൽപാളത്തെ യഹോവ ബലസ്സയുടെ കയ്യിലേൽപ്പിക്കും. പെട്ടെന്ന് ശൗൽ നെടുനീളത്തിൽ നിലത്ത് വീണു. ശമൂവേലിന്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടു പോയി. അവനിൽ ഒട്ടും ബലമില്ലാതായി. വായിച്ച കുറിവാക്യം, നിനക്ക് ദൈവത്തെ എന്റെ പ്രവൃത്തി നിന്റെ ബലഹീനതയും ദൈവശക്തി തികഞ്ഞു വരുമെന്ന വേദനപ്പെട്ട ഭാരപ്പെട്ട വിഷയത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് മറുപടി കിട്ടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരു മാർഗം തേടരുത്. തേടിക്കഴിഞ്ഞാൽ അത് ഉള്ള ബലം കൂടി നഷ്ടപ്പെടുവാനിടയായിത്തീരും. അവനിൽ ഒട്ടും ബലമില്ലാതെയായി. അവനൊട്ടും ബലമില്ലാതായി. കാരണം എന്താ? വെളിച്ചപ്പാടത്തിൽ ദൂത് കെട്ടതോടുകൂടി അത് മനസ്സിലാക്കിയത്, അത് അവൻ ആലോചന കേട്ടതോടുകൂടി അവനൊട്ടും ബലമില്ലാതായി. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം മനസ്സിലായി വിചാരിക്കുന്നു. ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഒട്ടും ബലമില്ലാതായി തീർന്നു. വന്നപ്പോ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ഭയപ്പെട്ടിരുന്നെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ല ഒട്ടും ബലമില്ലാതായി തീർന്നു. അപ്പോൾ ആ സ്ത്രീ ശൗലിന്റെ അടുക്കൽ വന്ന് അവനെ ഇവനെ എങ്ങനെയാ ബലപ്പെടുത്തുന്നറിയാമോ? ഇവന്റെ ബലം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവൻ അവസാനം കഴിക്കുന്നത് വെളിച്ചപ്പാടത്തി ഉണ്ടാക്കിയ ആഹാരം കഴിച്ച പറയപ്പെട്ടു പോകുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ വിശ്വാസത്തിന് പോയി ഭൗതികയുടെ പിന്നാലെ പോയി അധികാരത്തിന്റെ പിന്നാലെ പോയി വന്ന് ഭവിക്കുന്നത് അവസാനം നാശനത്തെ വലുതാണെന്നറിയാമോ? അതിന്റെ അവസാനം ഇങ്ങനെയാ പറഞ്ഞ സമയത്തിനെ വേഗത്തിന് 24 ആകയാൽ അടിയന്റെ വാക്ക് നീ കേൾക്കണമേ. ഞാൻ ഒരു കഷ്ണമാപ്പം നിന്റെ മുമ്പിൽ വെക്കട്ടെ, നീ തിന്നണം, എന്നാൽ നിന്റെ വഴിക്ക് പോകുവാൻ നിനക്ക് ബലമുണ്ടാകുമെന്ന് പറഞ്ഞു. നിന്റെ വഴിക്ക് പോകുവാൻ നിനക്ക് ബലമുണ്ടാകും. ബലഹീനായി തീർന്ന ശൗലിന് അവിടെ വെളിച്ചപ്പാടത്തി അവൾ പറഞ്ഞു, നിന്റെ വഴിക്ക് പോകുവാൻ ബലം ഉണ്ടാകുവാൻ ഞാൻ ഉണ്ടാക്കി തരുന്ന ആഹാരം നീ കഴിക്കണം. അതാണ് സാത്താൻ ചെയ്യുന്നത്. നീ പോകുന്ന വഴിയേതാ? പടയിൽ പട്ടുപോകാൻ പോവുക. അതിനുള്ള ആഹാരം അവൾ ഒരുക്കി കൊടുത്തു. പറഞ്ഞു, നിന്റെ വഴിക്ക് പോകുവാൻ നിനക്ക് ബലമുണ്ടാകും. ഒട്ടും ബലമില്ലാതെ തീർന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, നിനക്ക് ബലമില്ല. ഒരു
കാര്യം ചെയ്യേ, ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വർഷം അപ്പമെങ്കിൽ കഴിച്ച് ശക്തിപ്പെടണമെന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ആഹാരമേ അവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കൊടുക്കുന്നത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാ. അത് ഈ ലോകത്തിന്റെ അപ്പമല്ല, ഈ ലോകത്തിന്റെ ശക്തിയല്ല. നമുക്കറിയാം, ഏലിയാവിനോട് പറഞ്ഞു, കരയിൽ മേച്ചൊട്ടേറ വെച്ചിട്ട് പറഞ്ഞു, നിന്നെ ഈ ദൂരയാത്ര പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തീറ്റി അവനെ നടത്തുവാൻ 40 ദിവസം നടത്തുവാനുള്ള കഴിവ് ആപത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ ദൈവത്തിൽ നകന്നുപോയ ശൗൽ വെളിച്ചപ്പാടത്തിലെ ശബ്ദം കേട്ട് അവൻ ബലഹീനനായി തീർന്ന് കിടന്നിഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് നിന്റെ വഴിക്ക് പോകുവാൻ ഉള്ള ബലമുണ്ടാകുവാൻ ഞാൻ തരുന്ന അപ്പം കഴിക്കണോ? അവന് പറഞ്ഞു, ഞാൻ വേണ്ട, ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞെങ്കിലും അവന്റെ ഭക്തന്മാരും ആ സ്ത്രീയും അവനെ നിർബന്ധിച്ചു. അവനവിടെ വാക്ക് കേട്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റ് മെത്തമേലിരുന്നു. സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്കിടാവുണ്ടായിരുന്നു. ഒരു ക്ഷണത്തിൽ അതിനെ അറുത്ത് മാവും എടുത്ത് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവളത് ശൗലിന്റെയും ഭക്തന്മാരുടെയും മുമ്പിൽ വെച്ചു. അവർ തിന്നെഴുന്നേറ്റ് രാത്രിയിൽ തന്നെ പോയി. തീർന്നു. അന്ത്യ ആഹാരമായിരുന്നു. ദൈവത്തിന്ന് അകന്നുപോയി വില നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അന്യദൈവങ്ങളെ ആശ്രയിച്ചത് മുഖാന്തരമായി അവന്റെ ജീവിതത്തിൽ അവസാനമായി അവൻ കഴിക്കേണ്ടി വന്നത് വെളിച്ചപ്പാടത്തുണ്ടാക്കി കൊടുത്ത ആഹാരം കഴിക്കേണ്ടി വന്നു. അതോടുകൂടി അവൻ പോകുന്നത് യുദ്ധത്തിൽ പെട്ടുപോകുന്ന എന്നെ കാണുന്നത്. അതിൽ നിന്ന് രാത്രിയിൽ മറ്റൊരു ഭാഗം കൂടി ഞാൻ വേഗത്തിലെടുക്കാം. 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഒരു ഭാഗത്ത് വെളിച്ചപ്പാടത്തിലുള്ള ബന്ധത്തിൽ ശൗൽ ഭയപ്പെട്ട് വെളിച്ചപ്പാടത്ത് സംസാരിച്ച് കേട്ട കാര്യങ്ങൾ മുഖാന്തരമായി അവൻ വിറങ്ങലിച്ചു പോയി. അവസാനം അവൾ കൊടുക്കുന്ന ആഹാരം കഴിച്ച് അവൻ മടങ്ങിപ്പോയി യുദ്ധത്തിന് പോകുന്ന അനുഭവം. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ 31-ാം വാക്യം ഞാൻ 23-ാം അധ്യായം 14-ാം വാക്യം സമയക്രമം വേഗത്തിൽ വായിക്കുക. ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും ഫെലിസ്ത്യ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു. ഫെലിസ്ത്യരോ ഇസ്രായേലിലേക്ക് പോയി. ശ്രദ്ധിച്ചു വായിക്കണം. തിരിച്ചല്ല സംഭവിച്ചത്. ദാവീദും അവന്റെ ആളുകളും ഫെലിസ്ത്യ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു. ഇവര് രാവിലെ എഴുന്നേറ്റത് ഫെലിസ്ത്യ ദേശത്തേക്ക് പോകാനായിട്ടാ. എന്നാൽ ഫെലിസ്ത്യരോ ഇസ്രായേലിലേക്ക് പോയി, യുദ്ധത്തിന് പോയി. ദാവീദിനെ ദൈവോട് മാറ്റി. ഈ ആഗീശ് രാജാവിനോട് യുദ്ധത്തിന് പോകേണ്ടതാ. പക്ഷേ അഭിഷിക്തനായിരിക്കുന്ന ദാവീദിനെ ദൈവം അവിടെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. ആഗീശ് പറഞ്ഞു, നിന്നെ എനിക്ക് ദൈവദൂതനെ പോലെ ആണ്, നീ എന്റെ മേയ്ക്കാക്കാനായിരുന്നു, നീ എന്റെ അംഗരക്ഷകനാകും യുദ്ധത്തിൽ എന്നൊക്കെ പറഞ്ഞ് ആഗീശ് നിർത്തിയ. പക്ഷേ പ്രഭുക്കന്മാരുടെ മനസ്സ് ദൈവം തോന്നിച്ചു, എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ കടന്നു പോകാതെ അവനെ പറഞ്ഞയച്ചു. അവന് പരിസരദേശത്ത് സിക്ലാഗ് ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. 16 മാസം അവിടെ താമസിച്ചു. അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി അവൻ അമൂല്യക്കരോടൊക്കെ ചെന്ന് യുദ്ധം ചെയ്യുക. അത് കീർത്തി പ്രസ്താവിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ദൂത് പറയുന്നവരെല്ലാം കൊന്നുകളയാൻ വേണ്ടി. പക്ഷെ അമൂല്യക്കർ നോക്കിയിരിക്കേണ്ട ഒരു സമയത്തിന് വേണ്ടി ദാവീദിനോട് യുദ്ധം ചെയ്യാൻ സിക്ലാഗ് അവരുടെ നോട്ടം വെച്ചിരുന്നു. മുഴുവൻ വായിച്ച് പിന്നീട് വായിച്ചാൽ മതി. ഈ ഫെലിസ്ത്യർ ഇസ്രായേലിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദും കൂട്ടരെയും ദൈവം അവിടുന്ന്, അഥവാ ആഗീശിന്റെ അടുത്ത് നിന്ന്, ഗത്തിൽ നിന്ന് സിക്ലാഗിലേക്ക് അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവനെ ദൈവം അയപ്പിച്ചു. അവിടെ മടങ്ങി വരുന്ന സമയത്ത് സംഭവിച്ചു, ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗ് എത്തിയപ്പോൾ അമൂല്യക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. മറുഭാഗത്ത് കരച്ചിലുണ്ടാകുക, പ്രശ്നമുണ്ടാകുക. ഇവന് യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ ഈ ആഗീശ് അവനെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ അവന്റെ കുടുംബം തകരുമായിരുന്നു. ദാവീദിനോട് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേർപ്പെടുവാൻ കഴിയാതെ പോകുമായിരുന്നു. ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഭക്തന്മാർക്ക് വേണ്ടി. ദൈവത്തെ വിശ്വസതയോടെ സേവിച്ചാൽ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ചുരുക്കത്തിൽ പറയാം,
ദൈവത്തെ വിശ്വസ്തമായിട്ട് സേവിച്ചാൽ കണ്ണുനീര് വരും, കഷ്ടത വരും, പ്രയാസം വരും, ബുദ്ധിമുട്ട് വരും, ഇതെല്ലാം വരും. ആ സമയത്തും ഒരേ ഒരു നാമമേ നമ്മുടെ വായിലുണ്ടാകാവുള്ളൂ, ഹൃദയത്തിലുണ്ടാകാവുള്ളൂ. അത് നമ്മെ രക്ഷിച്ച യേശു എന്ന നാമമായിരിക്കണം. അത് ദൈവത്തിന്റെ നാമമായിരിക്കണം, സത്യ ആരാധനക്കാരായിരിക്കണം. ഇങ്ങനെ ഇവര് വന്നു കഴിഞ്ഞപ്പോൾ വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദൈവരെ കൊല്ലാൻ ആരെയും സമ്മതിച്ചില്ല. ദൈവം സമ്മതിക്കാതൊന്നും സമ്മതിക്കത്തില്ല. പിടിച്ചോണ്ട് പോകും, പക്ഷെ ആളെ ഭയമെടുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. സാധാരണ രീതിയിൽ കൊന്നുകളയേണ്ടതാ. പക്ഷേ ശത്രുവിന്റെ വാളിനെ, അതിനെ നിയന്ത്രിക്കുവാൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് കഴിയും. രാത്രിയിൽ ദൈവഭക്തന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ഒരുപക്ഷെ പിടിച്ചുകൊണ്ട് പോകും. നിനക്ക് നഷ്ടം സംഭവിക്കും, പക്ഷേ നിന്റെ ജീവിതത്തെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ നഷ്ടം വരാതെ അവന്റെ ഭാര്യമാരെയോ കുഞ്ഞുങ്ങളെയോ ഒന്നിനെയും കൊല്ലാതിരിക്കാൻ വേണ്ടി ദൈവം അവരുടെ വാളിനെ തടഞ്ഞെന്ന് പിടിച്ചോണ്ട് പോകാൻ സമ്മതിച്ചു കൊടുത്തു, കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ അവരെ വിടിവിക്കാനുള്ള കഴിവ് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയായ ദാവീദിന്റെ മേൽ കൊടുത്തു. ആഗോളം ഉറക്ക കരഞ്ഞു. സിക്ലാഗിൽ വലിയൊരു നിലവിളി ഉണ്ടാകും. കാരണം അവരങ്ങോട്ട് പോയപ്പോൾ യാത്ര പറഞ്ഞു പോയ ആ ആൾക്കാരെ ഒന്നും ഇവിടെ കാണാനില്ല. എല്ലാവരെയും, അവന്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും അതുപോലെ എല്ലാവരുടെയും 600 പേരുടെ ആൾക്കാരെ കൊണ്ടുപോയിരിക്കുക. ആരും അവരെ ബലമില്ലാതാകോളം ഉറക്കക്കരഞ്ഞു. അതെ, ദൈവനം ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. ദാവീദേ, നിനക്കെന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരും. ശൗലിനോട് ദൈവം സംസാരിച്ചില്ല. അവൻ ബലഹീനായപ്പോൾ അവൻ വളഞ്ഞ വഴി അവൻ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി അവിടെ തികഞ്ഞു വരാതിരുന്നത്. അവനെതിരെ വന്ന ശത്രുവിനെ കൊല്ലുവാൻ, തകർത്തുകളയുവാൻ അവന് ദൈവം കൃപ കൊടുക്കുമായിരുന്നു. എന്നാൽ അവൻ വളഞ്ഞ വഴിക്ക് പോയപ്പോൾ ദൈവനെ ഉപേക്ഷിച്ചു. ഇവിടെ ബലമില്ലാതെ ഉറക്കക്കരഞ്ഞു. സഹകാരത്തെ അഗിനോകവും കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്ന ദാവീദിന്റെ 2 ഭാര്യമാരെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഇന്ന് ദാവീദ് വലിയ കഷ്ടത്തിലായി. ഓരോരുത്തന്റെ ഹൃദയത്താന്നെ പുത്രന്മാരെയും കുറിച്ച് വ്യസനിച്ചെടുക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടു. പറഞ്ഞല്ലോ, അഭിഷിക്തന്മാർക്ക്, ദൈവമക്കൾക്ക് പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, വിഷയമുണ്ട്. എല്ലാ വിഷയങ്ങളും വരുമ്പോഴും അതിനകത്ത് ബലമില്ലാതെ കരയുന്ന അവസ്ഥ വരും. അതെ, എത്രയോ സന്ദർഭങ്ങളിൽ നാം കരഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാടത്ത് ഏതെല്ലാം സമയങ്ങളിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. രാത്രി തിരിഞ്ഞു നോക്കിയാട്ട് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഏതെല്ലാം സമയങ്ങളിൽ നാം കരഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, രോഗങ്ങൾ, ഇല്ലായ്മകൾ, ഭാരങ്ങൾ, ഇതെല്ലാം വന്നു പോകും. ബലമില്ലാതെ കരഞ്ഞ ദിവസങ്ങൾ മറന്നു പോകരുത്. കണ്ണുനീർ കൊണ്ട് കിടക്കയെ നനച്ചതുപോലെ തലയണകൾ നനച്ച ദിവസങ്ങളില്ലായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, നിനക്ക് എന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരും. ദാവീദ് ബലമില്ലാതെ കരഞ്ഞു, നിലവിളിയോടെ കരഞ്ഞു. ശക്തിഹീനനായി തീർന്നു. എന്നാൽ എല്ലാവരും അവനെ എറിയാൻ ഉപയോഗിച്ച കല്ലുകൾ അവൻ കണ്ടിട്ട് അവൻ ഭാരപ്പെട്ടില്ല. അവൻ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. കൂടെ നിന്നവർക്ക് ഈ ഭൗതികമെല്ലാം പോയപ്പോ, സ്വന്തക്കാരെല്ലാം പോയപ്പോൾ അവർക്ക് പിന്നീട് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. നീ ദാവീദിന്റെ കൂടെയാണെങ്കിൽ നിനക്കൊന്നും നഷ്ടമാകുകയില്ല കേട്ടോ. ഇന്ന് രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം.
ക്രിസ്തുവാന്റെ യഥാർത്ഥമായ ദാവീദിലൂടെയാണ് ആ ഇടയന്റെ കൂടെയാ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ചിലതൊക്കെ ശത്രു പിടിച്ചുകൊണ്ടുപോയി ഉണ്ടായിരിക്കാം. ചില ദിവസങ്ങൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതിനെ വീണ്ടും കൊള്ളുവാനുള്ള 3 മാസങ്ങൾ നമുക്ക് മുമ്പ് ശേഷിക്കാൻ പോവുക. ദാവീദിന് മുമ്പിൽ 3 ദിവസങ്ങളായിരുന്നെങ്കിൽ രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുക 2008 വരാൻ താമസിച്ചാൽ 3 മാസങ്ങൾക്കുള്ളിൽ ഈ ദിവസങ്ങളിൽ പിടിക്കപ്പെട്ടതിനെ കൊണ്ടുപോയതിനെ മടക്കിക്കൊണ്ടിരുന്ന ദിവസങ്ങളാക്കി മാറ്റുമെന്ന് ആത്മാവിൽ ദൂതറിയിക്കുക. അതെ, ജനക്കല്ലെറിയുവാൻ വേണ്ടി ഒരുങ്ങും. പക്ഷേ അത് നിന്റെ മണ്ടത്തരം കൊണ്ട്, അതിന്റെ മടയത്തരം കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞു എല്ലാവരും എതിരായി തിരികൊണ്ടു പോകും. പക്ഷേ ഭാരപ്പെട്ടു പോകരുത്, വിഷമിച്ചു പോകരുത്. അതെ, അബദ്ധം പറ്റിയതായിരിക്കും, എന്തുമായിക്കോട്ടെ. ഇന്ന് രാത്രി പറയണം, എന്റെ ദൈവം അറിയാതെ എന്റെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല. എല്ലാവരും പറഞ്ഞാട്ട്, എന്റെ ദൈവം അറിയാതെ എന്റെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല. എന്റെ തലമുറയ്ക്ക് അനർത്ഥം വരുവാൻ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവം അറിയാതെ നഷ്ടം സംഭവിക്കത്തില്ല. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കാൻ അറിയാം. എല്ലാം കൊണ്ടുപോയെങ്കിലും ഞാൻ ആരാധിക്കുന്ന, എന്റെ കഷ്ടതയിൽ എന്റെ കണ്ണുനീർ കാണുന്ന, എന്നെ ബലപ്പെടുത്തുന്ന എന്റെ ദൈവം ഇന്ന് എന്നെ ശക്തീകരിക്കുമെന്നുള്ള ഉറപ്പുള്ളത് ബലപ്പെട്ടു. ദൈവത്തോടാണോ എന്ന് ചോദിച്ചു. ദാവീദ് അഹിമേലെക്കിന്റെ മകനായ അബദ്യാവിനോട് ഏഹൂദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഏഹൂദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടും കൊണ്ടുവന്നു പറഞ്ഞു. ദൈവം ദാവീദിനോട് സംസാരിച്ചു. ഒരേ പുസ്തകം 2 ഭാഗങ്ങൾ. ഒന്ന്, ഇസ്രായേലിൽ ദൈവത്തെ ആരാധിക്കുന്ന പറയുന്ന, ദൈവത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന ശൗൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പരാജയത്തിലേക്ക് പോകുമ്പോൾ അവനവിടുന്ന് ഓടിച്ചു വിട്ടതാ, അന്യദേശത്തേക്ക് ഓടിച്ചു വിട്ടതാ. അന്യദേശത്ത് പോയി അന്യദൈവങ്ങളെ ആരാധിക്കുന്നു പറഞ്ഞത് അവനെ ഓടിച്ചു വിട്ടതാ. എന്റെ 26-ാം അധ്യായം. ഇങ്ങനെ പറഞ്ഞ് അവരെ മുമ്പാകെ ശവിക്കുകൊണ്ട്, നീ പോയി അന്യദൈവങ്ങളെ സേവിക്ക എന്ന് പറഞ്ഞ് യഹോവയുടെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകണം അവർ എന്നെ ഇന്ന് പുറന്തള്ളിയിരിക്കുന്നു. ദൈവത്തിന് അവകാശം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിടിച്ചു വെക്കുമ്പോൾ യഥാർത്ഥമായ അഭിഷിക്തനായിരിക്കുന്നവനെ പുറന്തള്ളിയിരിക്കുക. ഇന്നത്തെ ആത്മീയ ലോകം തന്നെയാണ്. യഥാർത്ഥത്തിൽ അഭിഷേകമുള്ളവനെ പുറന്തള്ളിയിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം തന്റെ ശുശ്രൂഷക്കാരെ വെളിപ്പെടുത്തും, തന്റെ അഭിഷിക്തമായ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിന്റെ സമയത്ത് അങ്ങനെയല്ലേ 26-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ ദാവീദ് ഈ ദേശത്തേക്ക് പോയി എന്ന് കണ്ടപ്പോൾ പിന്നീട് ശൗൽ അവനെ അന്വേഷിച്ച് പോയില്ലെന്ന്. അതുവരെയും അവന്റെ പുറകെ പോയിരിക്കുകയാണ്. ഇപ്പൊ ശൗൽ വിചാരിച്ചത് ദാവീദ് പോയി അന്യദേശത്ത് പോയി ഇനി അന്യദൈവങ്ങളെ സേവിച്ച് അവിടെ കൊണ്ട് നശിച്ചു പോകും എന്നാ വിചാരിച്ചത്. പക്ഷേ ദൈവത്തിന്റെ കനാൻ ദേശത്ത് വസിച്ചിരുന്ന ശൗലും കൂട്ടരും എന്താണോ ദുരുപായമായി ചിന്തിച്ചത് അവന്റെ ജീവിതത്തിൽ ഭവിച്ചു. മനസ്സിലായോ? കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. ശൗൽ കുഴിച്ച കുഴി ദാവീദിനെ എങ്ങനെയെങ്കിലും ഓടിച്ച് ഫലസ്തീൻ ദേശത്ത് വിട്ട് അവിടെ അവനെ ആക്കി അവിടുത്തെ കാര്യങ്ങളിൽ അവൻ പെട്ടുപോകണം, ദൈവത്തിന് അന്യപ്പെട്ടു പോകണം എന്നാ വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ അവൻ നിലനിൽക്കുന്ന വിചാരിച്ചത്. പക്ഷേ സംഭവിച്ച നേരെ തിരിച്ച. ഈ ദാവീദ് പോയെങ്കിലും അവൻ സേവിച്ച ദൈവത്തെ അവൻ മാറ്റിയില്ല. അവന്റെ സത്യദൈവത്തെ നമസ്കരിച്ച് ആരാധിച്ച ദൈവത്തോട് അവൻ എപ്പോഴും കടപ്പാടുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം ദേശത്ത് നിന്ന് ദാവീദ് ശൗല് ദൈവത്തിനകന്നു പോയപ്പോൾ അവൻ കുഴിച്ച കുഴി ദാവീദിനെ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ ദാവീദ് ഓടിപ്പോയി. പക്ഷേ ദാവീദ് അവിടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം അവനെ സ്വദേശത്തേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ സകലതും വീണ്ടും കൊള്ളും എന്ന് പറഞ്ഞു. ഞാൻ ദൂത് അവസാനിപ്പിക്കുമ്പോൾ എന്റെ 18-ാം വാക്യം വായിക്കുന്നു. അമോലേക്ക് അപകരിച്ചുകൊണ്ട് പോയി നോക്കിയും ദാവീദ് വീണ്ടും കൊണ്ടു.
തന്റെ 2 ഭാര്യമാരെ ദാവീദ് ഉദ്ധരിച്ചു. അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരെ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു. 29-30 വാക്യം ദൂത് അവസാനിപ്പിക്കുക. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു. ഇന്ന് ഈ രാത്രിയിൽ 3 ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ചെങ്കിൽ, നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അവനത് മടക്കിക്കൊണ്ടുവരുവാൻ സാധിച്ചതുപോലെ ഈ വർഷത്തിന്റെ 3 മാസങ്ങൾ ശേഷിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് ചെയ്യുക. നഷ്ടപ്പെട്ടു പോയതിനെ നിനക്ക് നഷ്ടമായി തീർന്നതിനെ മടക്കിക്കൊണ്ടിരുന്ന മാസങ്ങളാക്കി ദിവസങ്ങളാക്കി ദൈവം മാറ്റാൻ പോകുന്നു. നമുക്ക് ഒരേ ഒരു ആശ്രയമേ ഉള്ളൂ. അതെ, നിനക്ക് എന്റെ കൃപ മതി. നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുന്നു. അതെ, ശവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചില്ല. അവൻ വെളിച്ചപ്പാടത്തിന് പിന്നാലെ പോവാതെ എത്തുന്നു, പട്ടുപോവാതെ എത്തുന്നു, കുടുംബം നശിപ്പാടെ എത്തുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച ദാവീദിന്റെ വിഷയമുണ്ടായി, മഴ കഷ്ടതയായി, പ്രശ്നമായി. പക്ഷെ ദൈവം അവനോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, നീ സകലവും വീണ്ടും കൊള്ളുമെന്ന്. ഇന്ന് രാത്രിയിൽ തള്ളിക്കളയട്ടെ, ഒറ്റപ്പെടട്ടെ, ഏത് അവസ്ഥയും പെടട്ടെ. എന്നാൽ ദൈവത്തിൽ ആരാധിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ദൈവത്തിന് പറയാൻ കഴിയും, സകലതും വീണ്ടും കൊള്ളേണ്ട സമയത്ത് വീണ്ടും കൊള്ളുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കും. അതേ കഥ പറഞ്ഞു, നിനക്ക് എന്റെ കൃപ മതി, ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുന്നു. ശക്തനാക്കി തീർത്ത ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യാം. ദാവീദിനെ ദൈവം ശക്തനാക്കി തീർത്തു. ആ അമോലിക്ക പരീക്ഷയെ അവരെ പിൻപറ്റി, അവരെ പിൻചെന്ന് ഒന്നുപോലും നശിച്ചു പോകാതെ മടക്കിക്കൊണ്ടിരുവാൻ വേണ്ടി ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വ്യാപരിച്ചെങ്കിൽ രാത്രി നമുക്ക് പറയാം, അതെ, ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്, ദൈവം നമ്മുടെ സഹായമായതുകൊണ്ട്, അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപ കൊണ്ട് ദിവസങ്ങളിൽ നഷ്ടമായെന്ന് വിചാരിക്കുന്നതിനെ മടക്കി തരുവാൻ ദൈവം ഇടപെടുന്നു. നമുക്ക് വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കാം. അത് ദൈവത്തോട് പറയേണ്ട സാധേ ദിവസങ്ങൾ മടക്കി വരുത്തുന്ന ദിവസങ്ങളാക്കി മാറ്റണമേ. കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ ലാഭമാക്കി മാറ്റുന്ന ദൈവാത്മാവെന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്ന പൗലോസോട് സംസാരിച്ചതുപോലെ, നിനക്ക് എന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരും. യുവജനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.